ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. 1835 മുതൽ 1910 വരെ ജീവിച്ചിരുന്ന മാർക്ക് ട്വെയിൻ ഒരിക്കൽ ഇങ്ങനെ പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: എ ലൈ ക്യാൻ ട്രാവൽ ഹാഫ് വേ അറൗണ്ട് ദ വേൾഡ് വൈൽ ദ ട്രൂത്ത് ഈസ് സ്റ്റിൽ പുട്ടിങ് ഇറ്റ് ഷൂസ്. അതായത് സത്യം ഷൂസ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നുണ ലോകത്തിന്റെ പകുതി സഞ്ചരിക്കുമെന്ന്. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സ്റ്റഡിയിലേക്ക് നമുക്ക് പോകാം. നമുക്ക് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പിതാവേ, അങ്ങേ ആരാധിക്കുകയും അങ്ങേ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുന്നു. നാഥ, പുതിയൊരു വിഷയവുമായി ഞങ്ങൾ ഇന്ന് പഠിക്കുവാനായിട്ട് പോവുകയാണല്ലോ. അങ്ങയുടെ സാന്നിധ്യം കൂടെ ഉണ്ടായിരിക്കണമേ. പാപികളും ദോഷികളുമായ ഞങ്ങളെ, ബലഹീനരുമായ ഞങ്ങളെ അങ്ങ് എടുത്തുപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. അതുപോലെ ഇന്ന് പഠിക്കുന്ന കാര്യങ്ങൾ അനേകർക്ക് മനസ്സിലാക്കാനും വ്യക്തമായി മനസ്സിലാക്കാനും അത് അവർക്ക് സത്യമാണെന്ന് തിരിച്ചറിഞ്ഞ് അങ്ങയുടെ സത്യത്തിലേക്ക് വരുവാനായിട്ടും ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയുടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഇന്ന് മൃഗത്തിന്റെ മുദ്ര അല്ലെങ്കിൽ ദൈവത്തിന്റെ മുദ്ര എന്താണ് എന്ന വിഷയത്തെക്കുറിച്ചാണ് പഠിക്കുവാൻ പോകുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലെ ബാബിലോൺ ആരാണെന്നും അതുപോലെ തന്നെ ആ ബാബിലോണിൻ മതം എങ്ങനെയാണ് ഈ ലോകം മുഴുവൻ പ്രചാരത്തിലായത് എന്നും, എന്നാൽ ഈ ബാബിലോണിൻ സഭയിൽ നിന്നും വിട്ടുപോരുക എന്ന ദൈവത്തിന്റെ ആ മുന്നറിയിപ്പ് നൽകുന്നതായും ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഇന്ന് നമുക്ക് അതുകൊണ്ട് ഈ ചർച്ചയ്ക്ക് വിധേയമാകാൻ പോകുന്നത് നമ്മൾ ദൈവത്തിന്റെ മുദ്രയും അല്ലെങ്കിൽ മൃഗത്തിന്റെ മുദ്രയും എന്ന വിഷയത്തെക്കുറിച്ചാണ്. എന്നാൽ ഈ വിഷയം പലരും പല ഇന്റർപ്രിട്ടേഷനാണ് ഇതിന് കൊടുക്കുന്നത്. കൂടുതൽ ആൾക്കാരും പറയുന്നത് അതൊരു ചിപ്പാണ് എന്നും അതുപോലെ തന്നെ ടാറ്റു ആണെന്നും അതുപോലെ തന്നെ ഒരു വാക്സിനേഷൻ ആണെന്നും ഒക്കെ അങ്ങനെയുള്ള പല ഇന്റർപ്രിട്ടേഷൻ ആൾക്കാർ കൊടുക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോഴാണ് നമ്മൾ അത് കാണുന്നത്. ഈ മുദ്ര ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായി എല്ലാവർക്കും കിട്ടുമെന്നാണ്. അതിനാൽ അത് സാർവത്രികമാണ് എന്ന് കാണാൻ സാധിക്കും. അതുപോലെ എന്നാൽ ഈ മുദ്ര ഏൽക്കുന്നത് കൊണ്ട് എന്തെങ്കിലും അപകടമുണ്ടോ? എന്നാൽ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇന്ന് ഡിസ്പെൻസേഷണൽ തിയറി പലരും വിശ്വസിക്കുന്നതിലൂടെ ഈ മൃഗത്തിന്റെ മുദ്ര നമുക്ക് ആവശ്യമില്ല, കിട്ടിയാൽ നമുക്ക് കിട്ടത്തില്ല. കാരണം അതിനു മുമ്പ് സഭ എടുക്കപ്പെടുമെന്നാണ് പലരും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് എതിർക്രിസ്തു വരുന്നതിന് മുമ്പ് തന്നെ സഭ എടുക്കപ്പെടും. അതുകൊണ്ട് മൃഗത്തിന്റെ മുദ്രയെക്കുറിച്ച് പഠിക്കണ്ട എന്നുള്ള ഒരു ആശയമാണ് പലർക്കും ഇന്ന് ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഉള്ളവര് പ്രത്യേകം ദൈവത്തോട് പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് അതിനുള്ള അവസരം പഠിക്കാനായിട്ടുള്ള അവസരം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇനിയിപ്പം സ്റ്റഡിയിലേക്ക് നോക്കാം. നമുക്ക് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തില് 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. അവിടെ നമുക്ക് ഇങ്ങനെ വായിക്കാം: മൂന്നാമതൊരു ദൂതൻ വന്ന് അവരുടെ പിന്നാലെ വന്നു അത്യുച്ചത്തിൽ പറയുന്നത്, മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിയിലോ കൈന്മേലോ മുദ്ര ഏൽക്കുന്നവൻ ദൈവകോപത്തിന്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധ മദ്യം കുടിക്കേണ്ടി വരും. വിശുദ്ധന്മാർക്കും കുഞ്ഞാടിന് മുമ്പാകെ അഗ്നിഗന്ധകങ്ങളിൽ ദണ്ഡനവും അനുഭവിക്കും. അവരുടെ ദണ്ഡനത്തിന്റെ പുക എന്നേക്കും പൊങ്ങും. മൃഗത്തിന്റെയും അതിന്റെ പ്രതിമയെയും നമസ്കരിക്കുന്നവർക്കും അതിന്റെ പേരിന്റെ മുദ്ര ഏൽക്കുന്ന ഏവനും രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാകുകയില്ല. ഈ തിരുവചനം മുഴുവൻ പരിശോധിച്ചാലും ഇത്രയും കഠിനമായ ഒരു മുന്നറിയിപ്പ് വേറെ ഒരിടത്തും കാണാൻ സാധിക്കില്ല. ഈ മൃഗത്തിന്റെ മുദ്ര ഏൽക്കുന്നവർക്ക് ദൈവകോപത്തിന് പാത്രമായി മാറുമെന്നാണ് ഇവിടെ നമ്മളിപ്പോ വായിച്ചത്.
ക്രിസ്ത്യാനികൾ ഇന്ന് പല രീതിയിൽ നമ്മൾ ഈ മുദ്രയെ വ്യാഖ്യാനിക്കുന്നതായി നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത് എന്താണ്, അതിനെക്കുറിച്ച് ഈ മുദ്ര എന്താണ് എന്നതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ തുറന്ന് പഠിക്കാം. ആദ്യമായിട്ട് ഈ മുദ്രയും അടയാളവും, അല്ലെങ്കിൽ നമുക്കറിയാം നമ്മൾ മുദ്ര അടയാളങ്ങൾ പറയുമ്പോഴത്തേക്ക് ഇംഗ്ലീഷ് പല രീതിയിൽ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മാർക്ക്, അല്ലെങ്കിൽ സൈന്, സീല്, ഇതെല്ലാം ഒരേ അർത്ഥത്തിൽ തന്നെ വരുന്ന കാര്യമാണ്. മുദ്രയ്ക്ക് തന്നെ പല അർത്ഥങ്ങളുണ്ട്. നമുക്കറിയാം ഒരു സീല് അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നമുക്ക് പലപ്പോഴും പല ഡോക്യുമെന്റ്സും ആവശ്യമായിട്ട് വരും. അപ്പോൾ അതിന് അവസാനം തന്നെ നമുക്ക് ഗവൺമെന്റ് ഓഫീസുകളൊക്കെ ആണെങ്കിൽ ഗവൺമെന്റ് ഓഫീസുകളുടെ ഒരു സീലുണ്ട്. അപ്പൊ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അത് തീർച്ചയായിട്ടും അതിന്റെ ആധികാരികതയാണ് സൂചിപ്പിക്കുന്നത്. ആ സീൽ ഇല്ലാതെ പലപ്പോഴും പേപ്പറുകൾക്കും വാലിഡിറ്റി ഇല്ല, അല്ലേ? അപ്പോൾ അതിന്റെ ഒരു ആധികാരികതയാണ് സൂചിപ്പിക്കുന്നത്. ഡോക്യുമെന്റിന്റെ ഒരു ആധികാരികതയാണ് സൂചിപ്പിക്കുന്നത്. അതാണ് സീലിന്റെ അല്ലെങ്കിൽ മുദ്രയുടെ ഒരു ഉപകാരം അല്ലെങ്കിൽ ഗുണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സീൽ എന്ന് പറയുന്നത് അതൊരു, അല്ലെങ്കിൽ മാർക്ക് അല്ലെങ്കിൽ മുദ്ര എന്നൊക്കെ പറയുന്നത് അതൊരു ഉടമസ്ഥതയെ സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് ഒരു അംഗീകാരത്തിന്റെ അടയാളമായിട്ടും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം തിരുവചനത്തില് പ്രത്യേകിച്ച് ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വേറെ ആരും കയനെ ഉപദ്രവിക്കാതിരിക്കാനായിട്ട് ദൈവം അവിടെ ഒരു അടയാളം വയ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് കെയിന്റെ മുകളില് ഒരു അടയാളം വയ്ക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അത് ഒരു സംരക്ഷണത്തിന്റെ അടയാളമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് തിരുവചനത്തില് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, യഹോവ അവനോട്, അതുകൊണ്ട് ആരെങ്കിലും കയനെ കൊന്നാൽ അവന് 7 ഇരട്ടി പകരം കിട്ടൂ എന്ന് അരുളി ചെയ്തു. കയനെ കാണുന്നവൻ ആരും കൊല്ലാതിരിക്കേണ്ടതിന് യഹോവ അവനൊരു അടയാളം വെച്ചു. അപ്പോൾ അതൊരു സംരക്ഷണത്തിന്റെ അടയാളമായിട്ട് ദൈവം കൊടുത്തതായിട്ടാണ് നമ്മൾ കാണുന്നത്, അവന്റെ മേൽ കൊടുത്ത ആ ഒരു സീൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പൗലോസ് തന്റെ ലേഖനങ്ങൾ സ്വന്തം കയ്യാൽ എഴുതിയതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇത് പൗലോസ് എഴുതി എന്നുള്ളതിന്റെ ഒരു അടയാളമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് 2 തെസ്സലോനിയർ 3-ാം അധ്യായം 17-ാം വാക്യം നമ്മൾ വായിക്കുന്നു, പൗലോസായ എന്റെ കയ്യാൽ വന്ദനം, സകല ലേഖനത്തിലും ഇത് തന്നെ അടയാളം, ഇങ്ങനെ ഞാൻ എഴുതുന്നു. അത് പൗലോസ് എഴുതിയ ലേഖനം, അത് പൗലോസിന്റെ ആധികാരികതയുടെ ഒരു അടയാളമായിട്ടാണ് അവന്റെ സ്വന്തം കൈപ്പടയിൽ എഴുതിയത് ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ ഈ മുദ്രയും അല്ലെങ്കിൽ മാർക്ക് അല്ലെങ്കിൽ അടയാളവും, ഈ 2 പദങ്ങളും അല്ലെങ്കിൽ മുദ്രയും അടയാളവും ഒരേ അർത്ഥത്തിൽ തന്നെ ഉള്ളതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് പരസ്പരം മാറ്റി ഉപയോഗിക്കാവുന്നതായിട്ടും നമ്മൾ ചില ഉദാഹരണങ്ങൾ കൂടി മനസ്സിലാക്കാം. നമ്മൾ റോമർ 4-ാം അധ്യായം 11-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസനീതിക്ക് മുദ്രയായി പരിച്ഛേദന എന്ന അടയാളം അവന് ലഭിച്ചത് അഗ്രചർമ്മത്തോട് വിശ്വസിക്കുന്നവർക്കും കൂടി നീതി കണക്കിടപ്പെടുവാൻ തക്കവണ്ണം താൻ അവർക്ക് എല്ലാവർക്കും പിതാവായിരിക്കേണ്ടതിനും. അപ്പോൾ അവിടെ ആ മുദ്രയും അവിടെ അടയാളവും അവിടെ വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നീതിക്ക് മുദ്രയായിട്ട് പരിച്ഛേദന എന്ന അടയാളം എന്ന് പറയുമ്പോൾ അത് അവിടെ പരസ്പരം നമുക്ക് മാറ്റി ഉപയോഗിക്കാവുന്നതാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ബേസിക്കലി ഇതിന്റെ അർത്ഥം തന്നെ അടയാളമെന്നും മുദ്രയെന്നും പരസ്പരം ഇന്റർചേഞ്ച് ഉപയോഗിച്ചു കഴിഞ്ഞാലും അതിന്റെ എല്ലാം അർത്ഥം ഒന്ന് തന്നെയാണ് എന്നുള്ളതാണ്. നമ്മൾ തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ നമുക്കത് കൂടുതലായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ അവിടെ മുദ്രയെ പറ്റി പഠിക്കുമ്പോൾ അത് നെറ്റിമേലും കൈമേലും ലഭിക്കുന്ന ഒന്നായിട്ടാണ് അത് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് തുടർന്ന് ഈ നെറ്റിമേലും കൈമേലും രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് എന്നുള്ളത് കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാം. അടുത്തതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് നെറ്റിമേലും കൈമേലും മുദ്രയേക്കുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ തിരുവചനം പഠിക്കുമ്പോൾ, വെളിപാട് പുസ്തകം പഠിക്കുമ്പോൾ ഈ മൃഗത്തിന്റെ മുദ്ര നമുക്ക് തരുവാൻ പോകുന്നത്, അല്ലെങ്കിൽ മനുഷ്യർക്ക് കൊടുക്കുവാൻ പോകുന്നത്, മനുഷ്യന്മേൽ അടിച്ചേൽപ്പിക്കപ്പെടുവാൻ പോകുമ്പോൾ അത് നെറ്റിമേലും കൈമേലും ഏൽക്കുക എന്നുള്ള കാര്യമാണ് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നെറ്റിമേലും കൈമേലും ഏൽക്കുക എന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമുക്കറിയാം, നമ്മുടെ ആ മുദ്ര, നെറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ടൽ ലോബിനെ സൂചിപ്പിക്കുന്നു, നമ്മുടെ ചിന്താശക്തിയെ സൂചിപ്പിക്കുന്നു. അപ്പൊ മൃഗത്തിന്റെ മുദ്ര വരുമ്പോൾ അത് നെറ്റിമേലേക്കുക എന്ന് പലപ്പോഴും ആളുകൾ വിചാരിച്ചിരിക്കുന്നത് 666 എന്ന് പറയുന്ന സീല് നമ്മുടെ നെറ്റിയേൽ സീൽ ചെയ്യുന്നു, അതുപോലെ നമ്മുടെ വലങ്കയ്യമേൽ സീൽ ചെയ്യുന്നു, ഒരു ചിപ്പോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ടാറ്റുവോ അങ്ങനെ ഏതെങ്കിലും രൂപത്തിൽ വരുന്നു എന്നുള്ള രീതിയിലാണ് പലപ്പോഴും ആളുകൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പലപ്പോഴും പല വേദപണ്ഡിതന്മാർ പോലും ആ രീതി പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്.
പക്ഷേ നമ്മൾ തിരുവചനത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അങ്ങനെയാണോ അതിനെപ്പറ്റി ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ ഒരു മുദ്ര വന്നു കഴിഞ്ഞാൽ ആളുകൾ സ്വീകരിക്കുമോ എന്നുള്ളതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കണം. അപ്പൊ നെറ്റീം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടൽ ലോബ് എന്ന് പറയുന്നത് നമ്മുടെ തീരുമാനങ്ങൾ എടുക്കുന്ന ഭാഗമാണെന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഈ എതിർക്രിസ്തുവിന്റെ ആശയങ്ങൾ മുമ്പോട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടതാണ് എങ്ങനെയാണ് ബാബിലോണിയ ചിന്താഗതികൾ സംസ്കാരങ്ങളിലൂടെ കടന്ന് ക്രൈസ്തവ സഭകളിൽ എത്തിയത്. ബാബിലോണിയ ചിന്താഗതി എന്ന് പറയുമ്പോൾ ബാബിലോണിയ മതം, ബാബിലോണിയൻ ഉയർത്തി കാണിക്കുന്നതായ ആ ദൈവത്തിനെതിരെയുള്ള എല്ലാ ആരാധനകളെയും അതിനകത്ത് പെടുത്താം. നമുക്കറിയാം അത് നിമ്രോദാണ് തുടങ്ങി വെച്ചത്, ദൈവത്തിനെതിരെ മത്സരിച്ച് വരുന്നതാണ്. അപ്പോൾ ഈ ബാബിലോണിന്റെ ഈ ആരാധന രീതികളെയും അവരുടെ ആശയങ്ങളെയും നമ്മൾ മനസ്സുകൊണ്ട് അംഗീകരിക്കുമ്പോഴാണ് നെറ്റിമേൽ ഏക്കുക എന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ കൈമേൽ ഏക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് കയ്യിൽ ഒരു 666 എന്ന് പറയുന്ന ഒരു സീൽ വന്ന് കുത്തുക എന്നുള്ളതല്ല. അത് നമ്മൾ മനസ്സിലാക്കിയ ഈ ബാബിലോണിയ കാര്യങ്ങൾ നമ്മൾ പ്രവൃത്തി ഭാഗത്ത് വരുത്തുക എന്നുകൊണ്ടുമാണ് ഈ കൈമേൽ ഏക്കുക എന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നമ്മൾ സമാഗമന കൂടാരത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ പഴയ ചില ഉദാഹരണങ്ങൾ പരിശോധിക്കുകയാണ്, അവിടെ എന്തെങ്കിലും മുദ്രയുണ്ടോ എന്നതിനെ പറ്റി. അപ്പോൾ നമ്മൾ സമാഗമന കൂടാരം പരിശോധിക്കുമ്പോൾ അവിടെ നമുക്കറിയാം അവിടെ മഹാപുരോഹിതന്റെ നെറ്റിമേല് ഒരു സ്വർണ്ണ പതക്കം ഉണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അവിടെ അതിലിങ്ങനെ എഴുതിയിരുന്നു യഹോവയ്ക്ക് വിശുദ്ധം എന്ന് അതിൽ എഴുതിയിരിക്കുന്നത് കാണാൻ സാധിക്കും. അത് മുദ്രയായിട്ട് അദ്ദേഹത്തിന്റെ നെറ്റിയിൽ ഒട്ടിക്കുകയൊന്നുമല്ല ചെയ്യുന്നത്, പകരം അദ്ദേഹം വെക്കുന്ന ആ ഒരു തലപ്പാവിന്റെ പുറത്ത് അതിങ്ങനെ ഉണ്ടായിരുന്നു, യഹോവയ്ക്ക് വിശുദ്ധം. നമുക്ക് പുറപ്പാട് പുസ്തകം 28-ാം അധ്യായം 36-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, തങ്കം കൊണ്ട് ഒരു പട്ടം ഉണ്ടാക്കി അതിൽ യഹോവയ്ക്ക് വിശുദ്ധമെന്ന് മുദ്രക്കൊത്തായി കൊത്തേണം. അത് മുടിമേലിരിക്കേണ്ടതിന് നീലച്ചരട് കൊണ്ട് കെട്ടണം. അത് മുടിയുടെ മുൻഭാഗത്ത് ഇരിക്കണം. അപ്പൊ ഒരു തലപ്പാവ് പോലെ ഉണ്ടാക്കിയിട്ട് അതിന്റെ പുറത്ത് സ്വർണം കൊണ്ട് ഒരു ചെറിയത് ഉണ്ടാക്കിയിട്ട് അതിൽ യഹോവയ്ക്ക് വിശുദ്ധം എന്നുള്ള ഒരു സംഭവം അവിടെ ഉണ്ടാക്കി എഴുതി വെക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അത് നമുക്ക് പഴയ നിയമം പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും. അത് എന്താണ്? അത് ദൈവത്തിന്റെ മുദ്രയായിട്ട് നമുക്ക് അതിനെ കാണാൻ സാധിക്കും, യഹോവയ്ക്ക് വിശുദ്ധം. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാപുരോഹിതൻ എന്ന് പറയുന്ന ഒരു പദവിയാണ് അവിടെ അഹരോന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പദവി എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു പദവിയാണ്. അഥവാ യേശുക്രിസ്തു ഇന്ന് സ്വർഗത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ശുശ്രൂഷയായിരുന്നു അന്ന് അഹരോൻ ചെയ്തിരുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് യഹോവയ്ക്ക് വിശുദ്ധം വളരെ പ്രത്യേകമായ ഒരു പദവി കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് ആ ഒരു മുദ്രയിട്ട് അവിടെ അഹരോനെ വേർതിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്നാൽ നമ്മൾ ബാബിലോണിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ വെളിപാട് പുസ്തകത്തിൽ കാണുന്ന ആ സ്ത്രീയുടെ നെറ്റിമേല് ഒരു മുദ്രയുള്ളതായിട്ട് പിന്നീടും കാണുന്നു. ദൈവത്തിനെതിരായിട്ടുള്ള ഒരു ശക്തിയാണ് ഇതിനെപ്പറ്റി ഇവിടെ പറയുന്നത്. അത് വെളിപാട് പുസ്തകം 17-ാം അധ്യായം 5-ാം വാക്യം വായിക്കുമ്പോൾ മർമ്മം മഹദിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നൊരു പേർ അവരുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഈ രണ്ട് ശക്തിയെ നമ്മൾ പരിശോധിക്കുക. ഒന്ന്, ദൈവത്തിന് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ട അഹരോന്യ അഹരോൻ അവിടെ നിൽക്കുന്നു. മറ്റേത് ദൈവത്തിനെതിരെ ശക്തി പ്രാപിക്കുന്ന അന്തികാല മൂവ്മെന്റ് ആയിട്ടുള്ള ബാബിലോണ് അവൾ നിൽക്കുന്നു. അപ്പൊ അവിടെ നെറ്റിമേലും വേശ്യകളുടെയും മ്ലേച്ഛകളുടെയും മാതാവ് എന്നും അവിടെ എഴുതിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ ഈ പറയുന്ന സ്ത്രീ ആരാണെന്ന് കഴിഞ്ഞ വിവരം നമ്മൾ കണ്ടതാണ്. ഈ സ്ത്രീ എന്ന് പറയുന്നത് ദൈവത്തിനെതിരെ നിൽക്കുന്നതായ ദൈവത്തിനെതിരെ ദൂഷണനാമങ്ങൾ എഴുതിക്കുന്നതായ ഒരു സിസ്റ്റമാണ് ഈ സ്ത്രീ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതാണ്. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിന്റെ നാമം നെറ്റിമേൽ എഴുതിയിരിക്കുന്ന 144 പേരെ പറ്റിയും വെളിപാട് പുസ്തകം പറയുന്നുണ്ട്. അവരെ പറ്റി നമ്മൾ പറയുമ്പോൾ ആ 144 പേരെന്ന് പറയുന്നത് അന്ത്യകാലത്ത് അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ വരവെങ്കിൽ വീണ്ടെടുക്കപ്പെടുന്ന മൃഗത്തിന് മുദ്രയ്ക്ക് കീഴടങ്ങാത്ത അല്ലെങ്കിൽ ബാബിലോണിയ ചിന്താഗതികൾക്ക് കീഴടങ്ങാത്ത ആ വിശുദ്ധന്മാരെയാണ് ഈ 144 പേരെന്നതിനെ പറ്റി അവിടെ പറയുന്നത്. അപ്പൊ അവരെ പറ്റി പറയുമ്പോൾ അവരുടെ നെറ്റിമേലും ഒരു പേര് എഴുതിയിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. അത് വെളിപാട് പുസ്തകം 14-ാം അധ്യായം 1-ാം വാക്യത്തിലാണ്. പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമം എഴുതിക്കുന്ന 144 പേരെ നിൽക്കുന്നതായിട്ടും കാണുന്നു. അപ്പൊ ഇവിടെ ഈ ദൈവത്തിന്റെ നാമം അല്ലെങ്കിൽ സ്വഭാവം എന്നൊക്കെ പറയുന്നത് അവരുടെ നെറ്റിമേൽ എഴുതിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും ഇതിനെ പറ്റി നമ്മൾ മുമ്പോട്ട് പഠിക്കുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ നമ്മൾ 3 തരത്തിലുള്ള ആളുകൾ, ഒന്ന് അഹരോന്റെ നെറ്റിയല് അവിടെ ഉണ്ടായിരുന്നു, യഹോവയ്ക്ക് വിശുദ്ധം എന്ന് എഴുതി മാറ്റിയിരുന്നു. പിന്നീട് നമ്മൾ കണ്ടു ബാബിലോൺ ഈ അന്ത്യകാലത്തിലുള്ള ഈ സ്ത്രീക്ക് അല്ലെങ്കിൽ ഈ സഭയ്ക്ക്, ബാബിലോണിയ സഭയ്ക്ക് അവിടെ നെറ്റിമേലും ഒരു നാമം എഴുതിയിരിക്കുന്നത്, ദൂഷണ നാമം എഴുതിയിരിക്കുന്നത് കാണാൻ സാധിക്കും. പിന്നീട് നമ്മൾ വരുമ്പോഴേക്കും വെളിപാട് പുസ്തകം 14-ാം അധ്യായം 1-ാം വാക്യം പഠിക്കുമ്പോൾ അവിടെ 144 പേര് യഹോവയ്ക്ക് വേണ്ടി വിളിച്ച് വേർതിരിച്ച വിശുദ്ധന്മാരായ 144 പേരുടെ മേലും നെറ്റിമേല് അവിടെ എഴുതിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതൊക്കെ പഠിക്കുമ്പോൾ ഈ മുദ്ര എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് ഈ ഇവരെ പറ്റി പറയുന്ന വെളിപാട് പുസ്തകം 22-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ അവർ അവന്റെ മുഖം കാണും, അവന്റെ നാമം അവരുടെ നെറ്റിമേൽ ഇരിക്കും. ഇതാരെ പറ്റിയാ പറയുന്നത്? ഈ 144 പേരെ പറ്റി തന്നെയാണ് ഇവിടെ വീണ്ടും പറയുന്നത്. അവർ അവന്റെ മുഖം കാണും, കർത്താവിന്റെ മുഖം കാണും, അവന്റെ നാമം അവരുടെ നെറ്റിമേൽ ഇരിക്കും. അപ്പൊ കർത്താവിന്റെ നാമം ഈ 144 പേരുടെ നെറ്റിമേൽ ഇരിക്കും എന്നുള്ളതാണ് അവിടെയും പറയുന്നത്. അതേസമയം മൃഗത്തിന്റെ മുദ്രയേക്കുന്ന ഒരു ഭൂരിഭാഗം ജനത്തെയും തിരുവചനം അവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പൊ മൃഗത്തിന്റെ മുദ്ര ഭാവിയിൽ വരുമ്പോൾ
ഈ നശിച്ചു പോകുന്ന സകല ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന, അന്ത്യകാലത്ത് ജീവിച്ചിരിക്കുന്ന ആ ഒരു വലിയ ജനസമൂഹം, കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാത്ത ആ ഒരു വലിയ ജനസമൂഹം, അവരുടെ മേൽ, എല്ലാവരുടെ മേലും ഈ മൃഗത്തിന്റെ മുദ്ര ഉണ്ടായിരിക്കും എന്നുള്ള കാര്യവും വെളിപാട് പുസ്തകം പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇത് വിശ്വാസികളെ മാത്രമേ ബാധിക്കത്തുള്ളൂ? തീർച്ചയായിട്ടും അല്ല. വിശ്വാസികളെയും അവിശ്വാസികളെയും ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ മൃഗത്തിന്റെ മുദ്ര എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ നശിച്ചു പോകുന്ന എല്ലാവരുടെ നെറ്റിമേലും ഈ മൃഗത്തിന്റെ മുദ്ര ഉണ്ടായിരുന്നു എന്ന് വെളിപാട് പുസ്തകം 13-ാം അധ്യായം 16-ാം വാക്യം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. അത് ചെറിയവരും വലിയവരും, സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലങ്കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാറ് നിയമങ്ങൾ നടപ്പാക്കും എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പോൾ അന്ത്യകാലത്തേക്ക് വരുമ്പോൾ ഇത് തീർച്ചയായിട്ടും വിശ്വാസികളെ സംബന്ധിച്ച് മാത്രം ബാധിക്കുന്നതായ ഒരു കാര്യമല്ല മൃഗത്തിന്റെ മുദ്ര എന്ന് പറയുന്നത്. ഭൂമിയിൽ ജീവിക്കുന്ന സകല മനുഷ്യരെയും, ചെറിയവരും വലിയവരും സമ്പന്നരും ദരിദ്രരുമായിട്ടുള്ള സകല ആളുകളെയും ബാധിക്കുന്ന ഒരു കാര്യമാണ് മൃഗത്തിന്റെ മുദ്ര എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെപ്പറ്റി വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മൾ ജീവിക്കുന്നത് അന്ത്യകാലത്താണെന്നുള്ളത് നമ്മളേവർക്കും മനസ്സിലാക്കാത്ത ഗുണം സാധിക്കും. പിന്നീട് വെളിപാട് പുസ്തകം 13-ാം അധ്യായം 17-ാം വാക്യം വായിക്കുമ്പോൾ മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയും ആക്കുന്നു. മാർക്ക് ഓഫ് ദ ബീസ്റ്റ് അല്ലെങ്കിൽ മൃഗത്തിന്റെ മുദ്ര നാളെ ഇമ്പോസ് ചെയ്യപ്പെടുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരു കാലത്ത്, ഭാവിയിൽ, അധിക ദൂരമില്ലാത്തൊരു ഭാവിയിൽ ഇത് ഇമ്പോസ് ചെയ്യപ്പെടുമ്പോൾ അത് സാമ്പത്തികമായ പല രീതിയിലും അത് ബാധിക്കും. വിൽക്കുവാനോ വാങ്ങുവാനോ കഴിയാതെ വണ്ണം അത് അതിനെ പല രീതിയിൽ ഇമ്പോസ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതാണ്, ഈ നെറ്റിമേലും കൈമേലുമാണ് ഈ മൃഗത്തിന്റെ മുദ്ര വരുവാൻ പോണത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ 666 എന്ന് പറഞ്ഞ സീല് നമ്മുടെ നെറ്റിയെ കൊണ്ട് അടിച്ചു വെക്കുകയല്ല, അല്ലെങ്കിൽ നമ്മുടെ വലങ്കയെ കൊണ്ട് മുദ്ര അടിച്ചു വെക്കുകയല്ല. പകരം അത് നമ്മുടെ ചിന്തയിലും പ്രവൃത്തിയിലും ആ ബാബിലോണിയ ഉപദേശങ്ങളെ നമ്മൾ പിൻപറ്റുമ്പോൾ അത് നമ്മുടെ മേൽ വന്നു ചേരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ദൈവത്തിന്റെ 2 മുദ്രകൾ എന്ന ഭാഗത്തെ പറ്റി നമുക്ക് അടുത്തതായിട്ട് ചിന്തിക്കാം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ മുദ്രയും മൃഗത്തിന്റെ മുദ്രയെ കുറിച്ചാണ്. ദൈവത്തിന്റെ മുദ്ര എന്നത് നല്ല ഒരു മുദ്രയായിരിക്കണം. അപ്പോൾ ദൈവത്തിന്റെ 2 പ്രധാനപ്പെട്ട മുദ്രകളെ കുറിച്ച് തിരുവചനം രേഖപ്പെടുത്തുന്നു. അതില് ആദ്യത്തേത് എഫീസ്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 13-14 വാക്യങ്ങളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കത് വായിക്കാം. അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ഇവിടെ പൗലോസ് പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിനെ തന്റെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ച അവന്റെ ആ ഒരു മാനസാന്തരത്തിന്റെ അടയാളം എന്നോട് പരിശുദ്ധാത്മാവ് വീണ്ടെടുപ്പിന്റെ നാളത്തേക്ക് അവനെ മുദ്രയിടുന്ന ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ വ്യക്തിയുടെ വിശ്വാസമാണ് ആ മുദ്രയ്ക്ക് അവന് യോഗ്യനാക്കി തീർക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ മുദ്ര നമ്മൾ ഓരോരുത്തരും രക്ഷിക്കപ്പെടുമ്പോൾ കിട്ടുന്ന മുദ്രയാണ്. അത് നമ്മൾ എത്രമാത്രം ദൈവത്തിൽ വിശ്വസ്തരായിട്ടിരിക്കും, എത്രത്തോളം നമ്മൾ വിശ്വസ്തരായിട്ടിരിക്കും, അത്രയും നാള് ഈ മുദ്ര നമുക്ക് ഉണ്ടായിരിക്കും എന്നതാണ് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ, ഈ മുദ്ര ഇടുന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കുമ്പോൾ ഈ മുദ്ര നമ്മളിൽ നിന്ന് മാറുന്നു എന്നതാണ് സത്യം. എഫീസ്യർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം 30-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നതെന്ന് എഴുതിയിരിക്കുന്നു. അപ്പോ പഠനാർത്ഥം നമുക്കിത് തന്നെ വിശ്വാസത്തിന്റെ മുദ്രയെന്ന് നമുക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ അത് പഠിക്കാം. വിശ്വാസത്തിന്റെ മുദ്ര രക്ഷിക്കപ്പെടുന്ന ഒരുവന്റെ അടയാളമാണെങ്കിൽ, മറ്റൊരു മുദ്രയെക്കുറിച്ച്, ഒരു സംരക്ഷണത്തിന്റെ മുദ്രയെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്കത് എന്താണെന്ന് മനസ്സിലാക്കാം. അപ്പൊ അന്ത്യകാലത്ത് വീണ്ടെടുക്കപ്പെടുന്ന ദൈവജനത്തിന്റെ ദൈവക്രോധത്തിൽ നിന്ന് സംരക്ഷിക്കുന്ന ഒന്നാണ് വെളിപ്പാടിലെ ദൈവത്തിന്റെ മുദ്ര. വെളിപ്പാട് പുസ്തകം 7-ാമത്തെ അധ്യായം 2-3 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു, മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിന്റെ മുദ്രയായി കിഴക്ക് നിന്ന് കയറുന്നത് കണ്ടു. അവൻ ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച 4 ദൂതന്മാരോട്, നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. വെളിപ്പാട് പുസ്തകം 9-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചയായ യാതൊന്നിനും യാതൊരു വൃക്ഷത്തിനും കേടുവരുത്തരുത് എന്ന് അതിന് കൽപ്പനയുണ്ട്. അപ്പൊ നമ്മള് ദൈവത്തിന്റെ 2 വിവിധ മുദ്രകളെ കുറിച്ച് പഠിച്ചു. ഇത് വ്യത്യസ്തമായിട്ടുള്ള 2 മുദ്രകളല്ല. ഒന്ന് രക്ഷിക്കപ്പെടുമ്പോൾ കിട്ടുമ്പോൾ ആ മുദ്ര നമ്മള് ജീവനോടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പിൻ നാളിൽ ഉണ്ടായിരിക്കുന്നെങ്കിൽ അന്ന് ദൈവക്രോധം നമ്മളെ തട്ടാതെ വണ്ണം
അത് സംരക്ഷിക്കുന്ന ഒന്നായി മാറുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് ഒരു താരതമ്യത്തിലൂടെ ഇത് രണ്ടും എന്താണെന്ന് മനസ്സിലാക്കാം. വിശ്വാസത്തിന്റെ മുദ്ര ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്ഥിരീകരിക്കുന്നവർക്ക് കിട്ടുന്നതാണ്. ഈ വെളിപ്പാടിലെ ദൈവമുദ്ര വിശ്വാസത്തിന്റെ മുദ്ര ലഭിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ രണ്ടാം വരവിന് മുമ്പ് ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാർക്ക് ലഭിക്കുന്നതാണ്. വിശ്വാസത്തിന്റെ മുദ്ര ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്നത് വരെ നിലനിൽക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ വെളിപ്പാടിലെ ദൈവമുദ്ര അന്ത്യകാലത്ത് ദൈവജനത്തിന് ലഭിക്കുന്ന ഒന്നാണ്. ആദ്യത്തേത് നീതീകരണത്തിന്റെ അടയാളമാണ്. രണ്ടാമത്തേത് വിശുദ്ധ ജീവിതം നയിച്ച ദൈവജനത്തിനുള്ള ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ആദ്യത്തേത് താൽക്കാലികമാണെങ്കിൽ രണ്ടാമത്തേത് നിത്യവുമാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെയും മൃഗത്തിന്റെയും മുദ്രയെ കുറിച്ചാണ്. അപ്പൊ മുദ്രയെക്കുറിച്ചും അടയാളത്തെക്കുറിച്ചും അതിന്റെ ആഴങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാത്രമേ എന്താണ് ദൈവത്തിന്റെ മുദ്രയെന്നും എന്താണ് മൃഗത്തിന്റെ മുദ്രയെന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി നമുക്ക് തുടർന്നും തിരുവചനത്തിൽ മുദ്രയെക്കുറിച്ചും അടയാളത്തെക്കുറിച്ചും അതിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഇപ്പോഴാണ് നമ്മൾ വിശ്വാസത്തിന്റെ മുദ്രയെക്കുറിച്ചും ദൈവത്തിന്റെ മുദ്രയെക്കുറിച്ചും അല്ലെങ്കിൽ രണ്ടാമത്തെ മുദ്രയായ നമ്മുടെ വിശദീകരണത്തിന്റെ മുദ്രയെക്കുറിച്ചൊക്കെ നമ്മൾ ഇപ്പൊ പഠിച്ചു. ഇനി അടയാളം എന്നതിന്റെ അർത്ഥം അല്ലെങ്കിൽ അതിന്റെ മുദ്രയുടെ അർത്ഥം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ദൈവത്തിന്റെ കൽപ്പനകൾ തിരുവചനത്തിൽ അടയാളമായി കണക്കാക്കപ്പെട്ടിരുന്നു. നമുക്ക് ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഉൽപ്പത്തിയുടെ 17-ാം അധ്യായം 11-ാം വാക്യം നോക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ 17-ാം അധ്യായം 11-ാം വാക്യം. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: നിങ്ങളുടെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യണം, അത് എനിക്കും നിങ്ങൾക്കും മധ്യയുള്ള നിയമത്തിന്റെ അടയാളമാണ്. അപ്പൊ ഇവിടെ പരിച്ഛേദന ദൈവത്തിന്റെ അടയാളമായിട്ടാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ പുറപ്പാടിന്റെ 13-ന്റെ 6-ഉം 9-ഉം വായിച്ചാൽ അവിടെ പുളിപ്പില്ലാത്ത അപ്പവും ദൈവത്തിന്റെ അടയാളമായി കൊടുക്കുന്നിരിക്കുന്നതായി കാണാൻ സാധിക്കും. നമുക്ക് പുറപ്പാടിന്റെ 13-ന്റെ 6-ഉം 9-ഉം നമുക്ക് വായിച്ചു നോക്കാം. 7 ദിവസം നീ പുളിപ്പില്ലാത്ത അപ്പം തിന്നണം, 7-ാം ദിവസം യഹോവയ്ക്ക് ഒരു ഉത്സവമായിരിക്കണം. 9-ാം വാക്യം: യഹോവയുടെ ന്യായപ്രമാണം നിന്റെ വായിൽ ഉണ്ടായിരിക്കേണ്ടതിന് ഇത് നിനക്ക് നിന്റെ കൈന്മേൽ അടയാളമായും നിന്റെ കണ്ണുകളുടെ നടുവിൽ ജ്ഞാപക ലക്ഷ്യമായും ഇരിക്കണം. ബലമുള്ള കൈകൊണ്ടല്ലോ യഹോവ നിന്നെ ഇസ്രായേലിൽ നിന്ന് പുറപ്പെടുവിച്ചത്. ഇനി നമുക്ക് പുറപ്പാടിന്റെ 13-ന്റെ തന്നെ 12-ഉം 16-ഉം വായിക്കുമ്പോൾ നമുക്ക് ഇവിടെയും ആദ്യജാതിന്റെ നിയമം അതും ഒരു അടയാളമായി കൊടുത്തിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. പുറപ്പാട് പുസ്തകം 13-ന്റെ 12-ഉം 16-ഉം നമുക്ക് വായിച്ചു നോക്കാം. അവിടെ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: കടിഞ്ഞൂലിനെയൊക്കെയും നിനക്കുള്ള മൃഗങ്ങളുടെ കടിഞ്ഞൂൽ പ്രവിയെ ഒക്കെയും നീ യഹോവയ്ക്കായി വേർതിരിക്കണം, ആണൊക്കെയും യഹോവയ്ക്കുള്ളതാകുന്നു. 16-ാം വാക്യം: ഇത് നിന്റെ കൈന്മേൽ അടയാളമായും നിന്റെ കണ്ണുകളുടെ നടുവിൽ നെറ്റിപ്പട്ടമായി ഇരിക്കണം. യഹോവ ഞങ്ങളെ ബലമുള്ള കൈകൊണ്ട് മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച് എന്ന് നീ അവനോട് പറയണം. ഈ പുറപ്പാടിന്റെ 31-ന്റെ 13-ഉം 17-ഉം വാക്യങ്ങൾ വായിച്ചാൽ 7-ാം ദിന ശബ്ദത്തും അടയാളമായി കൊടുക്കുന്നിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. പുറപ്പാടിന്റെ 31-ന്റെ 13-ഉം 17 വായിക്കാം. അതുകൊണ്ട് നിങ്ങൾ ശബ്ബത്ത് ആചരിക്കണം, അത് നിങ്ങൾക്ക് വിശുദ്ധമാകുന്നു. 17-ാം വാക്യം: അത് എനിക്കും ഇസ്രായേൽ മക്കൾക്കും മധ്യേ എന്നേക്കും ഒരു അടയാളമാകുന്നു. 6 ദിവസം കൊണ്ടല്ലോ യഹോവ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയത്, 7-ാം ദിവസം അവൻ സ്വസ്ഥമായി വിശ്രമിച്ചു. ഈ ഭാഗങ്ങളിലെല്ലൊക്കെ നമ്മൾ ഓരോ പ്രത്യേക നിയമങ്ങളെ അടയാളമായി വിവരിച്ചിരിക്കുമ്പോൾ ആവർത്തന പുസ്തകത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ സകല കൽപ്പനകളും പൊതുവായി ഒരു അടയാളമായി വിവരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ആവർത്തനം 5-ാം അധ്യായത്തില് മോശ 10 കൽപ്പനകൾ വീണ്ടും കൊടുക്കുന്നതായി കാണാൻ സാധിക്കും. അതിനുശേഷം 6-ാം അധ്യായത്തിൽ വരുമ്പോൾ ഇങ്ങനെ വിവരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ആവർത്തനം 6-ന്റെ 6-ഉം 8-ഉം വാക്യം നമുക്ക് വായിച്ചു നോക്കാം. ആവർത്തനം 6-ന്റെ 6-ഉം 8-ഉം: ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. 8-ാം വാക്യം: അവയെ അടയാളമായി നിന്റെ കയ്യിൽ മേൽ കെട്ടണം, അവ നിന്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായി ഇടണം.
ഇരിക്കണം. ഇവിടെ അതുപോലെ തന്നെ ദൈവത്തിന്റെ മുഴുവൻ കൽപ്പനകളെയും സംബന്ധിച്ച് ഇങ്ങനെ ആവർത്തനം 11-ാം അധ്യായത്തില് 1, 18, 19 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് കാണാം. ആവർത്തനം 11-ന്റെ 1, 18, 19 വാക്യങ്ങൾ. ആകയാൽ നിന്റെ ദൈവമായ യഹോവയെ നീ സ്നേഹിച്ച് അവന്റെ പ്രമാണവും ചട്ടങ്ങളും വിധികളും കൽപ്പനകളും എല്ലായ്പ്പോഴും പ്രമാണിക്കണം. 18-ാം വാക്യം, ആകയാൽ നിങ്ങൾ എൻ്റെ ഈ വചനങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും സംഗ്രഹിച്ച് നിങ്ങളുടെ കൈമേൽ അടയാളമായും കെട്ടുകയും അവ നിങ്ങളുടെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കുകയും വേണം. 19-ാം വാക്യം, വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നിങ്ങൾ അവയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് അവയെ ഉപദേശിച്ചു കൊടുക്കണം. ഇപ്പോൾ നമ്മൾ കണ്ടു, ഇപ്പൊ ഇവിടെ ഈ കൈന്മേല് അതുപോലെ തന്നെ നെറ്റിന്മേലും അടയാളം എന്നതിന്റെ അർത്ഥം പ്രചരിപ്പിലൂടെ നമ്മൾ ഇച്ചിരി കണ്ടതാണ്. അതായത് നമ്മൾ ഫ്രണ്ടൽ ലോബിൽ കൂടെയാണ് നമ്മൾ ചിന്തിക്കുകയും നമ്മൾ ഒരു തീരുമാനമെടുക്കുകയും ചെയ്യുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കൈന്മേൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവൃത്തി ആണ് കാണിക്കുന്നത്. നമ്മുടെ പ്രവൃത്തി അതായത് അനുസരണം, ദൈവത്തെ അനുസരിക്കുന്നതിന്റെ ഇതാണ് നമ്മൾ കാണിക്കുന്നത്. അങ്ങനെയാണ് എന്ന് നമ്മൾ അതിന്റെ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇനി ഇവിടെ ദൈവകൽപ്പനകളാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത കിട്ടാനായിട്ട് നമുക്ക് ഇനി തുറന്നു പഠിക്കും. അപ്പോൾ ഈ മൃഗത്തിന്റെ മുദ്രയെക്കുറിച്ച് പഠിക്കുന്നതിന് മുമ്പായിട്ട് ആരാണ് ഈ മൃഗം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ ഈ മൃഗത്തിന്റെ മുദ്ര എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. അതിനു വേണ്ടിയിട്ട് ദാനിയേൽ 7-ാം അധ്യായത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ടും ഒരു ചെറിയ കൊമ്പിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് എതിർ ക്രിസ്തുവിന്റെ ശക്തിയായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കടലിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗത്തെക്കുറിച്ച് യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ശക്തികളെ നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ അത് രണ്ടും ഒന്ന് തന്നെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്കതിന് താരതമ്യത്തിനായിട്ട് അത് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് ദാനിയേൽ 7-ാം അധ്യായത്തില് 25-ാമത്തെ വാക്യത്തില് അവിടെ ചെറിയ കൊമ്പിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു, അവൻ അത്യുന്നതനായവന് വിരോധമായി വമ്പ് പറയും. അപ്പോൾ ഇതേ കാര്യം തന്നെ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായി അതിന് ലഭിച്ചു, അതായത് മൃഗത്തിന് ലഭിക്കുന്നതായിട്ട്. അപ്പോൾ ഇത് രണ്ടും ഒരു കാര്യം തന്നെയാണ് അവിടെ പറയുന്നത്. അതുപോലെ ദാനിയേൽ 7:22 ആ കൊമ്പ് അല്ലെങ്കിൽ ആ ചെറിയ കൊമ്പ് അല്ലെങ്കിൽ എതിർ ക്രിസ്തു ആകുന്ന ആ ചെറിയ കൊമ്പ് വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ വിശുദ്ധന്മാരെ പീഡിപ്പിക്കുന്ന ഒരു ശക്തിയായിട്ട് ദാനിയേൽ 7:22 നമ്മൾ കാണുമ്പോൾ ഈ മൃഗം അതേ കാര്യം തന്നെ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നു. വെളിപ്പാട് 13:7 ഇങ്ങനെ വായിക്കുന്നു, വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചതായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ ഇത് രണ്ടും ഒരേ കാര്യം തന്നെയാണ്. അതായത് ഈ മൃഗവും ചെറിയ കൊമ്പും ഒരേ കാര്യം തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടുന്ന്. അതുപോലെ തന്നെ ദാനിയേൽ 7:25 ഇങ്ങനെ വായിക്കുന്നു, അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയും. അതുപോലെ വെളിപ്പാട് 13:7 സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരവും ലഭിച്ചു. അതായത് മൃഗത്തിന് ഇത് അധികാരം ലഭിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത് പെർസിക്യൂട്ടിംഗ് പവർ ആയിട്ടാണ് നമ്മൾ ഈ ചെറിയ കൊമ്പിനെയും മൃഗത്തെയും കാണുന്നത്. അതുപോലെ ദാനിയേൽ 7:25 കാലവും കാലങ്ങളും കാലാംശവും അവന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വെബിനാറുകളിലൊക്കെ പഠിച്ചതാണ്. അതായത് ഈ ആന്റിക്രൈസ്റ്റ് പവർ അല്ലെങ്കിൽ ഈ ചെറിയ കൊമ്പ് എന്നുള്ള ശക്തി യൂറോപ്പിനെ അടക്കി വാണിരുന്ന ഒരു സമയം എന്ന് പറയുന്നത് 1260 വർഷമാണ് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. 538 AD തൊട്ട് 1798 വരെയുള്ള ഒരു ടൈം പീരീഡ് ആണ് ഈ ഒരു ശക്തി ഭരിച്ചത് എന്നുള്ളതെല്ലാം നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഇതേ കാര്യം തന്നെ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, 42 മാസം പ്രവർത്തിക്കാനായിട്ട് അധികാരം ലഭിച്ചു. അപ്പോൾ 42 മാസം എന്ന് പറയുന്നതും കാലവും കാലങ്ങളും കാലാംശം എന്ന് പറയുന്നതും 1260 ദിവസം എന്ന് പറയുന്നതും എല്ലാം ഒരേ കാര്യം തന്നെയാണ്, ഒരേ ടൈം പീരീഡ് തന്നെയാണ് എന്നുള്ളത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ദാനിയേൽ 7:25 ഈ ചെറിയ കൊമ്പ് നിയമങ്ങളെയും സമയങ്ങളെയും മാറ്റുവാനായിട്ട് ശ്രമിക്കും എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ അത് ദൈവത്തിന്റെ നിയമങ്ങളെ മാറ്റുവാനായിട്ട്
ശ്രമിക്കുന്ന ഒരു ശക്തിയായിട്ട് രേഖപ്പെടുത്തുമ്പോൾ വെളിപ്പാട് പുസ്തകം 13:16 ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് അല്ലെങ്കിൽ ഈ മൃഗം ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലം കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാറും. അപ്പോൾ ഈ ഒരു ശക്തി തന്നെയാണ്. നമുക്ക് പല പോയിന്റുകൾ നമ്മൾ നോക്കുമ്പോൾ രണ്ടും, അതായത് ദാനിയേലിന്റെ ചെറിയ കൊമ്പും വെളിപ്പാടിലെ മൃഗവും ഒരേ മൃഗം, വെളിപ്പാട് 13 മൃഗവും ഒരേ കാര്യം തന്നെയാണ് എന്നുള്ളത്, അല്ലെങ്കിൽ എതിർക്രിസ്തു തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഈ ചെറിയ കൊമ്പനെയും മൃഗത്തെയും വിവരിച്ചിരിക്കുന്ന അധ്യായങ്ങളിൽ ഒരേ പദങ്ങൾ അല്ലെങ്കിൽ ഒരേ വിവരണങ്ങൾ തന്നെ കാണാനായിട്ട് സാധിക്കും. അതായത് പ്രത്യേകിച്ചും ദാനിയേലിന്റെ 7 വെളിപ്പാടിന്റെ 13 സമുദ്രം നമുക്ക് കാണാൻ സാധിക്കും, സിംഹം, അതുപോലെ കരടി, പുള്ളിപ്പുലി, മഹാസർപ്പം, 10 കൊമ്പ് എന്നിവയെല്ലാം ഈ ഒരു ചെറിയ കൊമ്പനെയും മൃഗത്തെയും വിവരിച്ചിരിക്കുന്ന അധ്യായങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതിനാൽ ദാനിയേൽ വിവരിച്ച ചെറിയ കൊമ്പും അതുപോലെ തന്നെ യോഹന്നാൻ കണ്ട മൃഗവും ഒന്ന് തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ മൃഗം ആരാണ് എന്ന് തിരിച്ചറിയുവാനായിട്ട് ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് 7 പോയിന്റുകളാണ് നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ പോയിന്റ്, ഇത് 4ാമത്തെ മൃഗത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതായിട്ടാണ്. നമുക്കറിയാം 4 ലോകരാജ്യങ്ങളെയാണ് ദാനിയേലിന്റെ പുസ്തകത്തിൽ നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത്. അതായത് ബാബിലോണ്, മെഡോ പേർഷ്യ, ഗ്രീസ്, റോം. ഈ റോമിൽ നിന്നാണ് ഈ ഒരു ശക്തി, അല്ലെങ്കിൽ പ്രത്യേകിച്ചും റോമിന് ശേഷം വന്ന ഡിവൈഡഡ് റോമിൽ നിന്നാണ് ഈ ഒരു ശക്തി ഉത്ഭവിച്ചു വരുന്നത് എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ 10 കൊമ്പിൽ നിന്ന് ഉയർന്നു വരുന്നത്, അതിനെക്കുറിച്ച് തുടർന്ന് നമുക്ക് വിശദമായിട്ട് നമുക്ക് പഠിക്കാം. അതുപോലെ തന്നെ 3ാമത്തെ പോയിന്റ്, 3 കൊമ്പുകളെ ഇത് പിഴുത് കളയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ 3 രാജ്യങ്ങളെ പിഴുത് കളഞ്ഞാണ് ഈ ശക്തി ഉയർന്നു വരുന്നത് എന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ്. അതുപോലെ തന്നെ ഇതിന് ദൈവദൂഷണം പറയുന്ന വായും മനുഷ്യന്റെ കണ്ണും ഉള്ളതായിട്ട് നമ്മൾ കാണുന്നു. അതുപോലെ അത് വിശുദ്ധർക്കെതിരെ യുദ്ധം ചെയ്യുന്ന ഒരു ശക്തിയായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് ദൈവം നിശ്ചയിച്ച സമയത്തെ മാറ്റുവാനായിട്ട് ശ്രമിക്കും. അതുപോലെ ക്രിസ്തുവിന്റെ 2ാം വരവെങ്കിൽ ഈ ശക്തിയെ പൂർണ്ണമായിട്ട് നശിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആരാണ് ഈ മൃഗം എന്നുള്ള ഈ പോയിന്റുകളിൽ ഒന്നാമത്തെ പോയിന്റ് ആയിട്ടുള്ള ഈ 4ാമത്തെ മൃഗത്തിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ് ഈ ഒരു ശക്തി എന്നുള്ളത് നമുക്ക് തുടർന്ന് പഠിക്കാം. അപ്പോൾ നമ്മള് ദാനിയേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നതായ ചെറിയ കൊമ്പും അതുപോലെ തന്നെ വെളിപാട് പുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയിരിക്കുന്ന മൃഗവും ഒന്നാണെന്നുള്ള ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ 7 പോയിന്റ് പറയുന്നു. അത് ആദ്യത്തെ പോയിന്റായ ഈ ചെറിയ കൊമ്പിനെ പറ്റി പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ അധർമ്മമൂർത്തിയെ പറ്റി പറയുമ്പോൾ, അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിനെ പറ്റി പറയുമ്പോൾ അത് 4ാമത്തെ മൃഗത്തിൽ നിന്ന് ഉത്ഭവിക്കും എന്ന് പറയുന്നുണ്ട്. നമുക്ക് 4ാമത്തെ മൃഗം എന്ന് പറയുന്നത് ദാനിയേൽ പ്രവചനം 2ാം അധ്യായത്തിലും അതുപോലെ തന്നെ 7ാം അധ്യായത്തിലും പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും 4ാമത്തെ മൃഗം അല്ലെങ്കിൽ 4ാമത്തെ സാമ്രാജ്യം ആരാണെന്നുള്ളത്. അപ്പൊ അത് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ദാനിയേൽ പ്രവചനം 2ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന പ്രവചനം എന്താണ്? നെബൂഖദ്നേസർ രാജാവ് കണ്ടിരിക്കുന്നതായ സ്വപ്നമാണ്. ആ ഒരു വലിയ ബിംബം, നമ്മൾ അതിനെപ്പറ്റി നേരത്തെയൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ധാരാളം അതിനെപ്പറ്റി ഇൻഫർമേഷൻ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ആ ബിംബത്തിൽ പറഞ്ഞിരിക്കുന്നതായ സ്വപ്നം എന്ന് പറയുന്നത് ബാബിലോണിയ രാജാവായിരിക്കുന്ന നെബൂഖദ്നേസറിന് ശേഷം വരുവാനിരിക്കുന്ന 4 പ്രധാനപ്പെട്ട ബാബിലോൺ ഉൾപ്പെടെയുള്ള വരുവാനിരിക്കുന്ന രാജ്യങ്ങൾ, ലോക സാമ്രാജ്യങ്ങളെ വിവരിക്കുന്ന ഒരു പ്രവചനമാണ് ദാനിയേൽ പ്രവചനം 2ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി 7ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിനെ വേറൊരു രീതിയിൽ വീണ്ടും ദാനിയേൽ കാണുകയാണ്. 2ാം അധ്യായത്തിലെ പ്രവചനം നെബൂഖദ്നേസറാണ് കാണുന്നതെങ്കിൽ 7ാം അധ്യായത്തിലെ പ്രവചനം കാണുന്നത് ദാനിയേൽ തന്നെയാണ്. അതൊരു 4 മൃഗങ്ങളെയാണ് അവിടെ കാണുന്നത്. ആ 4 മൃഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. അത് ഘോരവും ഭയങ്കരവും, 4ാമത്തെ മൃഗം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഘോരവും ഭയങ്കരവുമായിട്ടുള്ള മൃഗമായിട്ടാണ് ആ 7ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ മൃഗത്തിന് 10 കൊമ്പുണ്ടായിട്ടാണ് ആ വാക്യത്തിൽ പറയുന്നത്. 10 കൊമ്പ് ഉണ്ട്. ആ കൊമ്പുകൾ എന്ന് പറയുന്നത് 10 ഡിഫറന്റ് ആയിട്ടുള്ള രാജ്യങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ ആ വാക്യം പറയാണ്, ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. അതിനാൽ മുമ്പത്തെ കൊമ്പുകളിൽ നിന്ന് 3 എണ്ണം വീരോടെ പറഞ്ഞു പോയി. ഈ കൊമ്പിൽ മനുഷ്യന്റെ കണ്ണ് പോലെ കണ്ണും അമ്പ് പറയുന്ന വായും ഉണ്ടായിരുന്നതായിട്ടും ആ പ്രവചനം പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് പറഞ്ഞു വരുന്നത്? ഇപ്പൊ 4ാമത്തെ മൃഗം എന്ന് പറയുന്നത് പ്രാചീന റോമിൽ നിന്നാണ് ഉത്ഭവിക്കേണ്ടത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം 4ാമത്തെ ലോക സാമ്രാജ്യം എന്ന് പറയുന്നത് റോമ സാമ്രാജ്യമാണ്. സംശയലേശനമെന്നെ എല്ലാ ബൈബിൾ പണ്ഡിതന്മാരും ഈ കാര്യത്തിൽ ഏകീകൃതമായിട്ടുള്ള അഭിപ്രായമാണ് പറയുന്നത്. അപ്പോൾ ഈ 4ാമത്തെ ലോക സാമ്രാജ്യമായ പ്രാചീന റോം നശിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് കടന്നു വന്ന ശക്തി ഏതാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. അപ്പൊ നമുക്കറിയാം അവര് ആ പ്രാചീന റോം നശിച്ചു പോകാൻ നേരത്ത് അന്നത്തെ അവസാനത്തെ ഒരു എംപറർ ആയിരുന്നു കോൺസ്റ്റാന്റിൻ ചക്രവർത്തി എന്ന് പറയുന്നത്. വളരെ ഒരു പേരറിയപ്പെടുന്ന ഒരു ചക്രവർത്തിയാണ് കോൺസ്റ്റാന്റിൻ ചക്രവർത്തി. അദ്ദേഹം AD 330 ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് AD 330 അദ്ദേഹത്തിന്റെ തലസ്ഥാനം, അല്ലെങ്കിൽ ഈ റോമ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം
റോമിൽ നിന്നും കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് മാറ്റുവാനിടയായിട്ട് തീർന്നു. അദ്ദേഹത്തിന്റെ ജനിച്ച സ്ഥലമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കോൺസ്റ്റാന്റിനോപ്പിൾ ചക്രവർത്തി എന്ന പേര് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ ലോക സാമ്രാജ്യങ്ങളെ മുഴുവൻ അടക്കി ഭരിച്ചിരുന്നതായ ഈ റോമ സാമ്രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം എന്ന് പറയുന്നത്, അവരുടെ ഹെഡ്ക്വാർട്ടർ എന്ന് പറയുന്നത് ഇന്ന് കാണുന്ന റോം ഉൾപ്പെടെയുള്ള ഒരു വലിയ ടൗൺ ആയിരുന്നു. അവിടെ നിന്നുകൊണ്ടാണ് സകല നീറോ ചക്രവർത്തിമാരും ഈ റോമിനെ ഭരിച്ചിരുന്നതെന്ന് കാണാൻ സാധിക്കും. എന്നാൽ കോൺസ്റ്റാന്റിനോപ്പിൾ വന്നിട്ട് തന്റെ ഒരു ആഗ്രഹപ്രകാരം ഇവരുടെ തലസ്ഥാനം റോമിനെ അവിടെ നിന്ന് മാറ്റിയിട്ട് നേരെ കോൺസ്റ്റാന്റിനോപ്പിലോട്ട് കൊണ്ടുവന്ന് കാണാൻ സാധിക്കും. അപ്പൊ ആ സമയത്ത് അന്നുണ്ടായിരുന്നതായ ക്രൈസ്തവ ബിഷപ്പായിരുന്നതായ പോപ്പിന് ഇന്നത്തെ റോമിനെ സൗജന്യമായിട്ട് നൽകുന്നതായിട്ട് കാണാൻ സാധിക്കും. ആ വസ്തുവകകളും അതിന്റെ സ്ഥലങ്ങളും ഒരു വലിയ ഏരിയ റോമ പട്ടണം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ വത്തിക്കാൻ പട്ടണം എന്ന് പറയുമ്പോൾ ഒരു 7 മലകളുടെ മേലിരിക്കുന്ന പട്ടണമാണ് വത്തിക്കാൻ സിറ്റി അല്ലെങ്കിൽ റോമ പട്ടണം എന്ന് പറയുന്നത്. അത് വളരെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പട്ടണമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ മറ്റു ശത്രുക്കൾക്ക് പെട്ടെന്ന് വന്ന് ആക്രമിച്ച് കീഴടക്കാനൊന്നും കഴിയാത്തവണ്ണം വളരെ സെക്യൂർ ആയിട്ടുള്ള ഒരു പട്ടണമായിരുന്നു ഈ റോമ പട്ടണം എന്ന് പറയുന്നത്. അതിനെ സൗജന്യമായിട്ട് പാപ്പാത്വത്തിന് കൊടുത്തിട്ടാണ് കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് റോമ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം മാറ്റുന്നതെന്ന് കാണാൻ സാധിക്കും. അപ്പോ അതുപോലെ തന്നെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് എന്താ സംഭവിച്ചത്? റോമ സാമ്രാജ്യം പതിയെ കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് മാറിയതിനു ശേഷം റോമ സാമ്രാജ്യം അല്ലെങ്കിൽ പ്രാചീന റോമ സാമ്രാജ്യം അധപ്പതിക്കുന്നതായിട്ടും അതിന്റെ ശക്തി ശോഷിച്ചു വന്ന് പതിയെ ഇല്ലാതാകുന്നതായിട്ടും കാണാൻ സാധിക്കും. പക്ഷെ അപ്പോഴേക്കും പാപ്പാത്ത് റോമിന് എന്ത് സംഭവിച്ചു? പാപ്പാത്ത് റോം അപ്പോഴേക്കും വളരെ ശക്തി പ്രാപിക്കുകയും രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും സൈനികപരമായിട്ടും വളരെയധികം ശക്തി പ്രാപിച്ചുകൊണ്ട് ഒരു വലിയ മത രാഷ്ട്രീയ ശക്തിയായിട്ട് തന്നെത്താൻ വലുതാകുന്നതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ ലോകത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായ യൂറോപ്പിന്റെ പൊളിറ്റിക്കൽ പവറും അതുപോലെ തന്നെ ലോകത്തിലുള്ള ക്രൈസ്തവ സഭയുടെ അധികാരവും തന്നെത്താൻ കൈയാളുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. കാരണം റോമൻ കത്തോലിക്ക സഭ അല്ലെങ്കിൽ പാപ്പാത്വം ഒരു വലിയ ക്രൈസ്തവ സഭയുടെ നേതൃസ്ഥാനത്തേക്ക് വരുന്നതായിട്ടും കാണാൻ സാധിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അന്ന് വരെ ഉണ്ടായിരുന്നതായ റോമൻ ഭരണാധികാരികൾ അലങ്കരിച്ചിരുന്ന പദവികളും അവരുടെ ശീർഷങ്ങളെല്ലാം തന്നെ, ഉദാഹരണം നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു പോന്തിഫസ് മാക്സിമസ് എന്ന് പറയുന്നതായ പേര്. അത് എന്താണ്? സ്വർഗത്തിനും ഭൂമിക്കും ഇടയിലെ പാലം എന്നാണ് അതിന്റെ അർത്ഥം. അത് നീറോ ചക്രവർത്തിമാരുടെ കാലത്ത് അവര് ഒരു ദൈവമെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ സ്വീകരിച്ചിരുന്ന ഒരു പേരായിരുന്നു പോന്തിഫസ് മാക്സിമസ് എന്നുള്ള പേര്. അതൊരു ജസ്റ്റ് ഒരു ഉദാഹരണം മാത്രമാണ്. അതുപോലെ ധാരാളം സ്ഥാനപ്പേരുകളും പദവികളും അന്ന് വരെ റോമൻ ഭരണാധികാരികൾ അനുഭവിച്ചു വന്ന എല്ലാ സുഖസൗകര്യങ്ങളും എല്ലാം തന്നെ ക്രൈസ്തവ സഭയുടെ നേതാക്കന്മാർ കൈയാളുന്നതായിട്ട് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ പാപ്പാത്വം കൈയാളുന്നതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ പ്രവചനപ്രകാരം 4ാമത്തെ മൃഗം വീണ് കഴിഞ്ഞപ്പോൾ പിന്നീട് കടന്നു വരുന്നതാണ് ഈ ചെറിയ കൊമ്പ്, പിന്നീട് കടന്നു വരുന്നതാണ് എതിർ ക്രിസ്തു എന്ന് വളരെ വ്യക്തമായിട്ടും ഈ പ്രവചനം പറയുകയാണ്. അപ്പോൾ പിന്നീട് ഈ ആരാണ് കടന്നു വന്നത്? പാപ്പാത്വമാണ് കടന്നു വന്നതെന്ന് ഈ പ്രവചനം പഠിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 4ാമത്തെ സാമ്രാജ്യമായ പ്രവചനപ്രകാരം ദാനിയേൽ പ്രവചനം 2ാമത്തെ അധ്യായത്തിലെ പ്രവചനവും അതുപോലെ 7ാമത്തെ അധ്യായത്തിലെ പ്രവചനവും പഠിക്കുമ്പോൾ അവസാനത്തെ അല്ലെങ്കിൽ 4ാമത്തെ സാമ്രാജ്യം വീണതിന് ശേഷം കടന്നു വരുന്നതാണ് ചെറിയ കൊമ്പ്. ആ ചെറിയ കൊമ്പാണ് വമ്പും ദൂഷണവും പറയുന്നത്. ആ ചെറിയ കൊമ്പാണ് വിശുദ്ധന്മാരെ പീഡിപ്പിക്കുവാൻ തക്കോണം പോകുന്നത്. അത് ആരാണെന്നാണ് പ്രവചനം പറഞ്ഞു വരുന്നത്. ചരിത്രം പഠിച്ചും ചരിത്രം കൊണ്ടും പ്രവചനം കൊണ്ടും നമ്മൾ ഒരുമിച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് മറ്റാരുമല്ല, അത് പാപ്പാത്വം തന്നെയാണ് എന്ന് വളരെ വ്യക്തമായിട്ടും കാണാൻ സാധിക്കും. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ഈ മൃഗത്തിന് 10 കൊമ്പുണ്ടായിരുന്നതായിട്ട് പറയുന്നു. ഈ പ്രവചനത്തിൽ കാണുന്ന 4ാമത്തെ മൃഗത്തിന് 10 കൊമ്പുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്താണ് 10 കൊമ്പ്? ആ 10 കൊമ്പിനും ഓരോ ക്രൗണും ഉണ്ടായിരുന്നു പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം ഈ കൊമ്പുകൾ എന്ന് പ്രവചനത്തിൽ പറയുമ്പോൾ ഒന്നെങ്കിൽ രാജാവിനെ പറ്റി അല്ലെങ്കിൽ ഒരു രാജ്യത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ എല്ലാ ബൈബിൾ പണ്ഡിതന്മാരും ഈ കാര്യത്തിൽ എഗ്രി ചെയ്യുന്നുണ്ട്. റോമ സാമ്രാജ്യം വീണ് കഴിഞ്ഞപ്പോൾ പടിഞ്ഞാറൻ റോമിൽ നിന്നും ചിതറിപ്പോയ അല്ലെങ്കിൽ പിന്നീട് വന്ന 10 ഡിഫറെന്റ് രാജ്യങ്ങളാണ് ഈ രാജ്യങ്ങൾ എന്ന് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ജർമ്മനി, അൽമേനിയ എന്നാണ് അന്നറിയപ്പെടുന്നത്. ജർമ്മനി ഉണ്ട്, അതുപോലെ തന്നെ ഇംഗ്ലണ്ട് ഉണ്ട്, ആംഗ്ലോ സാക്സൺ, അതുപോലെ ബർഗണ്ടിയൻസ് എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡ് ആണ്, ലംബാർഡ്സ് എന്ന് പറയുന്നത് ഇറ്റാലിയൻസ് ആണ്. അങ്ങനെ പല രാജ്യങ്ങൾ 10 രാജ്യങ്ങളുണ്ട്. അതിൽ പ്രത്യേകിച്ച് ഹെറൂളി, വാൻഡൽസ്, ഓസ്ട്രോഗോത്ത് എന്ന് പറയുന്ന മറ്റു പല രാജ്യങ്ങളും ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ആ ലോക ഭൂപടത്തിൽ അവരെ കാണാൻ സാധിക്കത്തില്ല. കാരണം പ്രവചനം പറയുന്നു ഈ 10 കൊമ്പുണ്ടായിരുന്നു, അതിൽ നിന്ന് മറ്റൊരു കൊമ്പ് മുളച്ചു വന്നപ്പോൾ നിലവിലുള്ള 3 കൊമ്പുകളെ പിഴുതെറിഞ്ഞുകൊണ്ടാണ് മുളച്ചു വന്നത് എന്ന് കാണാൻ സാധിക്കും. അത് വെളിപാട് പുസ്തകം 7ാം അധ്യായം 8ാം വാക്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. അപ്പോൾ ഈ മുളച്ചു വന്ന കൊമ്പ് ഏതാണ്? അത് തീർച്ചയായിട്ടും നമ്മൾ കണ്ടു കഴിഞ്ഞു, അത് പാപ്പാത്ത് റോമാണ്. നിലവിലുള്ള അന്ന് ഈ പടിഞ്ഞാറൻ റോമ സാമ്രാജ്യം വിഭജിച്ചു കഴിഞ്ഞപ്പോൾ 10 ചിതറിപ്പോയി. അതിലെ 3 രാജ്യങ്ങളായ ഹെറൂളി, വാൻഡൽസ്, ഓസ്ട്രോഗോത്ത് ഇവയെ ഇല്ലാതാക്കിക്കൊണ്ട് കടന്നു വന്ന രാജ്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, അത് പാപ്പാത്വം തന്നെയാണെന്ന് കാണാൻ സാധിക്കും. അതിനെപ്പറ്റി വിശദമായിട്ട് നമുക്ക് അടുത്ത സെഷനിൽ പഠിക്കാം.
നമ്മൾ മൃഗത്തിന്റെ മുദ്രയെ കണ്ടുപിടിക്കുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചെറിയ കൊമ്പ് ആരാണെന്ന് മനസ്സിലാക്കുന്നത്. അതിന് കാരണം മൃഗവും ചെറിയ കൊമ്പും ഒന്നാണെന്നുള്ളതാണ്. അപ്പൊ ഇതിന് ഒരു പ്രത്യേക സൂചനകൾ നമ്മൾ തിരുവചനത്തിൽ നിന്ന് വായിക്കുന്നു. അതിൽ മറ്റൊരു സൂചനയാണ് ഇത് 3 കൊമ്പുകളെ വേരോടെ പിഴുത് കളയുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പൊ നമ്മൾ കണ്ടതാണ് യൂറോപ്പിലെ 10 രാജ്യങ്ങളായിട്ട് പ്രാചീന റോമൻ സാമ്രാജ്യം പിരിഞ്ഞു പോവുകയാണ്. അതിലെ 3 രാജ്യങ്ങൾ അല്ലെങ്കിൽ 3 കൊമ്പുകളെ ഈ ശക്തി വേരോടെ പിഴുത് കളയുന്നതായിട്ടാണ് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് ഏതൊക്കെ ശക്തികളാണ്? അത് ഹിർലി, വാൻഡൽസ്, ഒസ്ട്രോഗോത്ത് എന്ന് പറയുന്ന 3 സാമ്രാജ്യങ്ങളാണ്. എന്തുകൊണ്ടാണ് ആ രാജ്യങ്ങളെ അവര് വേരോട് പിഴുത് കളഞ്ഞത്? അതിന് കാരണം അവര് ഏരിയനിസം മുറുകെ പിടിച്ചിരിക്കുന്ന ബാർബേറിയൻ രാജ്യങ്ങളായിരുന്നു. ഇത് ഉയർന്നു വന്ന പാപ്പാത്വ ശക്തിക്ക് ഒരു വളരെ ഭീഷണിയായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ പാപ്പാത്വവും ജസ്റ്റീനിയൻ ചക്രവർത്തിയും ചേർന്ന്, ജസ്റ്റീനിയന്റെ കമാൻഡർ ആയിട്ടുള്ള ബെലിസാരിസും ചേർന്നിട്ട് ഈ 3 രാജ്യങ്ങൾക്കെതിരെ യുദ്ധം ചെയ്ത് 493 AD ഹിരുളിയെ നാശം ചെയ്തു. അതുപോലെ 534 AD വാൻഡൽസിനെ പൂർണ്ണമായിട്ട് നീക്കം ചെയ്തു. അതുപോലെ 538 AD ഒസ്ട്രോഗോത്തിനെ പൂർണ്ണമായിട്ട് തുടച്ചു മാറ്റിയതോടുകൂടി പൂർണ്ണമായിട്ടുള്ള അധികാരം യൂറോപ്പിൽ സ്ഥാപിക്കുവാനായിട്ട് പാപ്പാത്ത് റോമിന് സാധിച്ചു എന്നതാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. ഇനി അതുപോലെ മറ്റൊരു സൂചനയാണ് ഇതിന് ദൈവദൂഷണം പറയുന്ന വായും അതുപോലെ തന്നെ മനുഷ്യന്റെ ഉള്ളതുപോലെ ഒരു കണ്ണും ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദാനിയേൽ പുസ്തകം 7-ാമത്തെ അധ്യായം 25 നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ ദൈവദൂഷണം പറയുക എന്ന് പറയുന്നത് എന്താണ്? കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ പരീശന്മാർ കർത്താവ് യേശുക്രിസ്തു ദൈവദൂഷണം പറഞ്ഞു എന്നാണ് ആരോപിച്ചത്. അതിന് ആരോപിക്കുവാനായിട്ടുള്ള പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ. ഒന്ന്, പാപങ്ങളെ ക്ഷമിക്കുവാൻ കഴിയുന്നു എന്ന് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു എന്നതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം ദൈവത്തോട് സമനാക്കി എന്നതാണ് രണ്ടാമത്തെ കാരണം. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 5:21 യോഹന്നാൻ 10:33 കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മൾ നോക്കുമ്പോൾ ദൈവദൂഷണം പറയുക എന്ന് പറയുന്ന ആ ക്വാളിറ്റി തീർച്ചയായിട്ടും ഈ ഒരു ശക്തിക്ക് പ്രാചീന റോമിന് ശേഷം വന്ന പാപ്പാത്ത് റോമിന് അനുയോജ്യമാണ്. അത് പൂർണ്ണമായിട്ടും യോജിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതിന് വേണ്ടി ചില കോട്ട്സ് നമുക്ക് പരിശോധിക്കാം. ആദ്യമായിട്ട് റോബർട്ട് ബെല്ലാമെ, നമുക്കറിയാം ഡിസ്പെൻസേഷൻ തിയറിയുടെ ഒരു റൂട്ട് കോസ് ആയിട്ടുള്ള ഒരു ജെസ്യൂട്ട് പുരോഹിതനാണ് റോബർട്ട് ബെല്ലാമെ. അദ്ദേഹം ഇങ്ങനെ എഴുതുന്നു: all the names which is in the scriptures are applied to Christ, by virtue of which it is established that he is over the church. All the same names are applied to the Pope. അപ്പൊ ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തുവിന് കൊടുത്തിരിക്കുന്ന എല്ലാ വിശേഷണങ്ങളും എല്ലാ നാമം അത് പോപ്പിന് പാപ്പാത്വത്തിന് കൊടുക്കുവാനായിട്ട് തീർച്ചയായിട്ടും പോപ്പ് യോഗ്യനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ന്യൂയോർക്ക് കാത്തക്കിസം ഇങ്ങനെയാണ് പറയുന്നത്: the Pope takes the place of Jesus Christ on earth. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്ഥാനം ഈ ഭൂമിയിൽ അവരോഹിക്കുന്ന ഒരുവനാണ് പോപ്പ് എന്നാണ് ന്യൂയോർക്ക് കാത്തക്കിസത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കോട്ട് ഇതാണ്: into the fold of Jesus Christ no one can enter if not under the guidance of the sovereign pontiff, and men can securely reach salvation only when they are united with him, since the Roman pontiff is the vicar of Christ and represent his person on this earth. അത് ജോൺ 23-ാമൻ മാർപ്പാപ്പ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിലും അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ പേഴ്സന്റെ സ്ഥാനം അവരോഹിക്കുന്നത് പാപ്പത്വമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പോപ്പ് പയസ് 10-ാമൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: പോപ്പ് ഇസ് നോട്ട് ഓൺലി ദ റെപ്രസെന്റേറ്റീവ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഹി ഈസ് ജീസസ് ക്രൈസ്റ്റ് ഹിംസെൽഫ് ഹിഡൻ അണ്ടർ ദ വെയിൽ ഓഫ് ഫ്ലഷ് എന്നായിരിക്കും. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും ബ്ലാസ്ഫമിയാണ്. പോപ്പ് എന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ പ്രതിപുരുഷൻ മാത്രമല്ല, കർത്താവ് യേശു ക്രിസ്തു തന്നെയാണ്. അത് മനുഷ്യനായിട്ട് അവതരിച്ചതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പോപ്പ് ലിയോ 13-ാമൻ ഇങ്ങനെ പറയുന്നു: വി ഹോൾഡ് അപ്പോൺ ദിസ് എർത്ത് ദ പ്ലേസ് ഓഫ് ഗോഡ് ഓൾമൈറ്റി. അപ്പോൾ ഈ ഭൂമിയിലെ ദൈവത്തിന്റെ സ്ഥാനമാണ് ഞങ്ങൾ അലങ്കരിക്കുന്നത് എന്നാണ് പോപ്പ് ലിയോ 13-ാമൻ പറയുന്നത്. അപ്പോൾ ഇനിയും അധികം കോട്ട്സ് നിങ്ങൾക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. ഇതെല്ലാം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇത് ദൈവദൂഷണമാണ്. അവർ ദൈവത്തിന്റെ സ്ഥാനം അലങ്കരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഈ വിശേഷണങ്ങളെല്ലാം ചെറിയ കൊമ്പായിട്ടുള്ള പാപ്പാത്വത്തിന് യോജിക്കുന്നതാണ്. നമുക്ക് തുടർന്ന് വീണ്ടും 2-3 സൂചനകൾ നമുക്ക് പരിശോധിച്ച് അത് സ്ഥിരപ്പെടുത്താം. നമ്മളിപ്പോഴ ദാനിയേലിന്റെ ആ 3 കൊമ്പുകളെ വേരോടെ പിഴുതു കളഞ്ഞ ശക്തി ആരാണെന്നും ദൈവദൂഷണം പറയുന്ന ശക്തി ആരാണെന്നും ഒക്കെ നമ്മൾ കണ്ടു. അത് പാപ്പാത്വമാണെന്നും നമ്മൾ കണ്ടു. എന്നാലും അതുപോലെ തന്നെ ഇനി
ഈ ശക്തിയെക്കുറിച്ച് വേറെ തന്നിട്ടുള്ള ദൈവം പ്രവചനത്തിൽ തന്നിട്ടുള്ള മറ്റൊരു ഐഡന്റിഫൈങ് മാർക്ക് കൂടെ നോക്കിക്കൊണ്ട് നമുക്ക് അത് ആരാണെന്ന് നോക്കാം. ദാനിയേലിന്റെ 7:21 25 വായിച്ചാല് ഈ കൊമ്പ് വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുകയും അവരെ ജയിക്കുന്നത് കാണുകയും പറയുന്നതായി നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഡാർക്ക് ഏജസില് പാപ്പാത്തം അനേകം പേരെ കൊന്നൊടുക്കിയതായി നമുക്ക് ചരിത്രം വായിച്ചാലും മനസ്സിലാക്കാൻ സാധിക്കും. ആൽബിജൻഷ്യൻസ്മാരെയും ഹൂഗനോട്ട്സ്മാരെയും ഉൾപ്പെടെയുള്ള അനേകം പേരെ അന്നത്തെ സഭ മതഭ്രാന്തന്മാരായി മുദ്ര കൊത്തിക്കൊണ്ട് കൊന്നൊടുക്കിയതായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സഭയ്ക്കെതിരായി പ്രവർത്തിച്ച വ്യക്തികളോടും സംഘടനകളോടും എതിർക്കുവാനായിട്ട് രാജാക്കന്മാരെ ചേർന്നൊരുക്കിക്കൊണ്ട് ഇൻക്വിസിഷൻ എന്ന പേരില് ഉത്തരവുകൾ പ്രയോഗിച്ചുകൊണ്ട് അത് അനേകം വിശ്വാസികളെ ഉപദ്രവിക്കുകയും കൊന്നൊടുക്കുകയും ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. 1231 പേപ്പൽ ഇൻക്വിസിഷൻ, അതുപോലെ തന്നെ സ്പാനിഷ് ഇൻക്വിസിഷൻ, ദ റോമൻ ഇൻക്വിസിഷൻ, അത് ഗോവൻ ഇൻക്വിസിഷൻ എന്നിവയൊക്കെ അതിലെ ചില ഉദാഹരണങ്ങളാണ്. കൂടാതെ സഭയുടെ തെറ്റായ പഠിപ്പീരലുകളുടെ ചോദ്യം ചെയ്ത മറ്റനേകം വ്യക്തികൾ, അതായത് ഉദാഹരണമായി പറഞ്ഞാൽ നോക്കിയാൽ ജോൺ ഹസ്, ജെറോം ഓഫ് പ്രാഗ്, സർ ജോൺ ഓൾകാസിൽ, തോമസ് ഗ്രാൻറ്റ്, ജെറോം സാവനാറോള, തോമസ് നോറിസ്, വില്യം ടിൻഡേൽ എന്നിവരെയൊക്കെ ചുട്ടുകൊന്നതായി നമുക്ക് ചരിത്രം പഠിച്ചാലും നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഈ എതിർക്രിസ്തുവിന്റെ ശക്തിയെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അടുത്ത വേറൊരു കുറെ പോയിന്റുകൾ നോക്കിക്കൊണ്ട് ഇനി തുറന്ന് പഠിക്കാം. നമ്മൾ ഈ മൃഗത്തിന്റെ ശക്തിയെ മനസ്സിലാക്കാനായിട്ടുള്ള ചില ഐഡന്റിഫിക്കേഷൻ മാർക്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഐഡന്റിഫിക്കേഷൻ പോയിന്റ്സ്. ഇപ്പൊ 7 പോയിന്റിൽ 6ാമത്തെ പോയിന്റ് നമുക്ക് പരിശോധിക്കാം. അത് ദൈവം നിശ്ചയിച്ച സമയത്തെ മാറ്റുവാനായിട്ട് ഈ എതിർക്രിസ്തുവിന്റെ ശക്തി അല്ലെങ്കിൽ ഈ മൃഗത്തിന്റെ ശക്തി ശ്രമിക്കും എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന കലണ്ടർ അത് ഗ്രിഗോറിയൻ കലണ്ടറാണ്. അപ്പോൾ ഈ ഗ്രിഗോറിയൻ കലണ്ടർ നമുക്ക് സംഭാവന ചെയ്തത് കത്തോലിക്ക സഭയാണ്. എന്നാൽ ദൈവം നിശ്ചയിച്ച ചില സമയക്രമങ്ങളെ മാറ്റുവാനായിട്ട് ആ സഭ ശ്രമിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാം, ദൈവവചനം അനുസരിച്ച് ഒരു സമയം ആരംഭിക്കുന്നത് എപ്പോഴാണ്? ദൈവവചനം അനുസരിച്ച് ഒരു ദിവസം ആരംഭിക്കുന്നത് അത് സൂര്യൻ അസ്തമിക്കുമ്പോൾ മുതൽ സൂര്യൻ അസ്തമിക്കുന്നിടം വരെയാണ്. അതായത് സൺസെറ്റ് ടു സൺസെറ്റ് ആണ് ഒരു ദൈവത്തിന്റെ അല്ലെങ്കിൽ ബൈബിൾ പ്രകാരം ഒരു ദിവസം ആരംഭിക്കുന്നത്. അപ്പോൾ ഈ ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഒരു ദിവസം ആരംഭിക്കുന്നത് മിഡ് നൈറ്റ് തൊട്ടാണ്. മിഡ് നൈറ്റ് വരെയാണ്. പക്ഷേ ദൈവത്തിന്റെ പ്രകാരം ദൈവം നമുക്ക് തന്നിരുന്ന ആ സമയത്തെ ഈ ശക്തി മാറ്റുവാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ദൈവത്തിന് മാത്രമേ ഒരു സമയത്തെ മാറ്റുവാനായിട്ട് അധികാരമുള്ളൂ എന്നുള്ളത് നമ്മൾ ദാനിയേൽ 2:21 കാണുന്നു. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു, അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു. കാരണം എന്തുകൊണ്ടാണ്? ദൈവമാണ് സമയത്തെ സ്ഥാപിച്ചത്. നമുക്കറിയാം, ഉൽപ്പത്തി 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, പകലും രാവും തമ്മിൽ വേർപിരിയുവാൻ ആകാശവിധാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാവട്ടെ, അവ അടയാളങ്ങളായും കാലം, ദിവസം, സംവത്സരം എന്നിവ തിരിച്ചറിയുവാനും ഉതകട്ടെ. അപ്പോൾ ദൈവം ഓരോ ദിവസവും മാസങ്ങളും കാലങ്ങളും എല്ലാം തിരിച്ചറിയുവാനായിട്ട് സൂര്യനെയും ചന്ദ്രനെയും എല്ലാം അടയാളങ്ങളായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചാണ് ഓരോ ദിവസത്തെയും സമയക്രമവും എല്ലാം നടക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് മാറ്റുവാനായിട്ട് അധികാരവുമില്ല, മാറ്റുവാനായിട്ട് ദൈവം ഒരിക്കലും അനുവദിക്കുന്നതല്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. പക്ഷെ എതിർക്രിസ്തുവിന്റെ ഈ ഒരു ശക്തി സമയത്തെയും നിയമത്തെയും മാറ്റുവാനായിട്ട് ശ്രമിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ ഈ ഒരു ശക്തി ദൈവം തന്റെ സ്വന്തം കൈവിരലുകളാൽ എഴുതിയ 10 കൽപ്പനകൾ മാറ്റി എഴുതുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അറിയാം, 2-ാം കൽപ്പനയാകുന്ന ഒരു വിഗ്രഹത്തെയും ഉണ്ടാക്കരുത് എന്നുള്ള കൽപ്പന പൂർണ്ണമായിട്ടും മാറ്റി 4-ാം കൽപ്പന 3-ാം കൽപ്പനയാക്കി മാറ്റുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതായത് പ്രത്യേകിച്ചും നമ്മൾ കാറ്റക്കിസം അല്ലെങ്കിൽ പ്രത്യേകിച്ച് കാത്തലിക് ചേർച്ചിന്റെ കാറ്റക്കിസം ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കൊടുത്തിരിക്കുന്ന 10 കൽപ്പനകൾ നമ്മൾ വായിച്ചാൽ അവിടെ 2-ാമത്തെ കൽപ്പന വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പറയുന്ന കൽപ്പന അവിടെ ഇല്ല.
കാരണം ആ ഒരു കൽപ്പന അവിടുന്ന് മാറ്റിയിട്ട് 4ാമത്തെ കൽപ്പനയായിട്ടുള്ള ശബത് അത് 3ാമത്തെ കൽപ്പനയായിട്ട് മാറ്റി. അതുപോലെ തന്നെ ശബത് എന്നുള്ളതല്ല, കർത്താവിന്റെ വിശുദ്ധ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കണം എന്നാണ് അവര് 4ാം കൽപ്പനയാളുടെ ശബദിന് പകരമായിട്ട് അവിടെ അവർ എഴുതിയിരിക്കുന്നത്. അതുപോലെ ശബദിന്റെ വിശുദ്ധി 7ാം ദിവസത്തിൽ നിന്ന് 1ാം ദിവസത്തിലേക്ക് മാറ്റി എന്നുള്ളതും അവർ ചെയ്തതായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം ശബത് എന്നുള്ള ഒരു കൽപ്പന മാത്രമാണ് അവിടെ ടൈം ഇൻവോൾവ് ആയിട്ടുള്ളത്. നമുക്കറിയാം 7ാം ദിവസം ദൈവം വിശുദ്ധീകരിച്ചു, അല്ലെങ്കിൽ ദൈവം വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെറ്റിംഗ് അപ്പാർട്ട് ഫോർ എ ഹോളി യൂസ്. അത് സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ദൈവം ചെയ്തൊരു കാര്യമാണ്. അത് മാറ്റുവാനായിട്ട് ഒരു വ്യക്തിക്കോ ഒരു സിസ്റ്റത്തിനോ അധികാരം ദൈവം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു എതിർക്രിസ്തുവിന്റെ ശക്തി അത് മാറ്റുവാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ 10ാമത്തെ കൽപ്പന വിഭജിച്ച് 2ആക്കി. കാരണം 2ാമത്തെ കൽപ്പന എടുത്ത് മാറ്റിയപ്പോൾ വീണ്ടും 10 കൽപ്പനകൾ തികയ്ക്കുവാനായിട്ട് 10ാമത്തെ കൽപ്പന അത് ഡിവൈഡ് ചെയ്ത് 2ആക്കിയത് 10 കൽപ്പനകൾ തികയ്ക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതായത് നമ്മൾ കണ്ടതുപോലെ സമയത്തെയും കാലത്തെയും മാറ്റുവാനായിട്ട് ശ്രമിക്കും, നിയമങ്ങളെ മാറ്റുവാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഈ ഒരു എതിർക്രിസ്തുവിന്റെ ശക്തി ഇതെല്ലാം ചെയ്യാനായിട്ട് ശ്രമിച്ചെങ്കിലും പക്ഷെ തീർച്ചയായിട്ടും അത് പൂർണ്ണമായിട്ടും ഒരു സക്സസ്ഫുൾ ആവില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അതുപോലെ അതിന്റെ 7ാമത്തെ പോയിന്റ് ഈ എതിർക്രിസ്തുവിനെ ഐഡന്റിഫൈ ചെയ്യുവാനായിട്ടുള്ള, അല്ലെങ്കിൽ ഈ മൃഗത്തെ ഐഡന്റിഫൈ ചെയ്യുവാനായിട്ടുള്ള 7ാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ കർത്താവിന്റെ 2ാം വരവെങ്കിൽ അതിനെ നശിപ്പിക്കുമെന്നുള്ളതാണ്. അതായത് കർത്താവിന്റെ 2ാം വരവ് വരെ നിൽക്കുന്ന ഒരു ശക്തിയാണ് ഈ എതിർക്രിസ്തുവിന്റെ ശക്തി എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാം എതിർക്രിസ്തു ഈ ഭൂമിയെ ഭരിക്കുന്ന ഒരു സമയ കാലഘട്ടമുണ്ട്. അത് 1260 വർഷമാണ് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു 42 പ്രവചന മാസക്കാലം അഥവാ 1260 ആക്ഷരീയ വർഷങ്ങൾ പാപ്പാത്തം ഭരണം നടത്തിയതായിട്ട് നമ്മൾ പഠിച്ചതാണ്. AD 538 മുതൽ 1798 വരെ അവര് ഈ ലോകത്തെ മുഴുവൻ ഭരിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം അതൊരു മരണകരമായിട്ടുള്ള മുറിവ് ഏൽക്കുന്നതായിട്ടും ആ മുറിവ് പുറത്ത് ഈ സകല ലോകവും ഈ മൃഗത്തിന്റെ പിന്നാലെ പോകുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ആ ഒരു സമയത്തൊക്കെയാണ്, ആ ഒരു കാലഘട്ടത്തിലൊക്കെയാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അതായത് കർത്താവിന്റെ 2ാം വരവ് വരെ ഈ ഭൂമിയെ ഭരിക്കുന്ന ഒരു ശക്തിയായിട്ടാണ് ഇത് കാണുന്നത്. അതായത് കർത്താവിന്റെ വരവെങ്കിലാണ് ഈ ഒരു ശക്തിയെ നശിപ്പിക്കുന്നതെന്ന് നമ്മൾ 2 തെസ്സലോനിക്കർ 2ാം അധ്യായം 8ാം വാക്യത്തിൽ വായിക്കുന്നു. അപ്പോൾ അധമമൂർത്തി വെളിപ്പെട്ടു വരും, അവനെ കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. അതേ കാര്യം തന്നെ വെളിപ്പാട് പുസ്തകം 10ാം അധ്യായം 20ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, മൃഗത്തെയും അതിന്റെ മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിന്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെ പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. അതായത് ക്രിസ്തുവിന്റെ 2ാം വരവെങ്കിൽ ഈ ഒരു ശക്തി നശിപ്പിക്കപ്പെടുമെന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത്. അപ്പോൾ 7 പോയിന്റുകൾ നമ്മൾ കണ്ടു. പ്രത്യേകിച്ചും ഈ ഒരു ക്രിസ്തുവിനെ മനസ്സിലാക്കുവാനായിട്ട്, അല്ലെങ്കിൽ മൃഗത്തെ മനസ്സിലാക്കുവാനായിട്ടുള്ള 7 പോയിന്റുകൾ നമ്മൾ കണ്ടു. ഇനി മൃഗത്തിന്റെ മുദ്രയെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാം. ദൈവത്തിന്റെ മുദ്രയ്ക്ക് എതിരായിട്ടുള്ള ഒരു മുദ്രയായിരിക്കും മൃഗത്തിന്റെ മുദ്ര എന്നുള്ളത്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ നമ്മൾ മൃഗത്തിന്റെ മുദ്രയെ പറ്റിയാണല്ലോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മൃഗത്തെ തിരിച്ചറിയാനുള്ള 7 അടയാളങ്ങൾ നമ്മൾ പരിശോധിച്ചു. മൃഗത്തിന്റെ മുദ്ര മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ മൃഗം ആരാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. മുദ്ര എന്താണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. മൃഗം എന്താണെന്ന് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. വളരെ സംശയലേശമെന്ന് നമുക്ക് പറയാൻ സാധിക്കും അത് പാപ്പാത്വമാണ് എന്ന് വളരെ സംശയലേശമെന്ന്. 7 പോയിന്റുകളാണ് നമ്മളിപ്പോൾ കണ്ടുവച്ചത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൃഗത്തിന്റെ മുദ്ര എങ്ങനെയാണ് പാപ്പാത്വം ഭൂമിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ തക്കവണ്ണം പോകുന്നത് എന്നതിനെ പറ്റി നമ്മളൊക്കെ ചിന്തിക്കാൻ തക്കവണ്ണം പോവുകയാണ്. അപ്പൊ നമുക്കറിയാം ദൈവത്തിന്റെ മുദ്രയ്ക്ക് എതിരായ ഒന്നാണ് തീർച്ചയായിട്ടും മൃഗത്തിന്റെ മുദ്ര എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിന്റെ മുദ്ര എന്ന് പറയുന്നത് തന്റെ കൽപ്പനയുടെ അടയാളമാണെങ്കിൽ മൃഗത്തിന്റെ മുദ്ര എന്ന് പറയുന്നത് ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് സംശയലേശം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ദൈവത്തിന്റെ കൽപ്പന എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിന് വിരുദ്ധമായിട്ട് ആരാധനാക്രമങ്ങളെ അല്ലെങ്കിൽ ആരാധനകളെ കൊണ്ടുവരാൻ തക്കവണ്ണം ശ്രമിക്കുമ്പോൾ അത് മൃഗത്തിന്റെ മുദ്രയായിട്ട് തീരുന്നതായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ കണ്ടതാണ് എപ്രകാരമാണ് ഈ പാപ്പാത്വം കടന്നു വന്നിട്ട് അത് വമ്പും ദൂഷണവും പറയുന്ന നാമം അവർക്കുണ്ട്. വമ്പും ദൂഷണവും ദൈവത്തിനെതിരെ വമ്പും ദൂഷണവും സംസാരിച്ചു. അത് മാത്രമല്ല സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റി ദൈവത്തിന്റെ കൽപ്പനയ്ക്കെതിരെ മത്സരിക്കുന്നതായിട്ടാണ് വെളിപാട് പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം. അത് വളരെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും വളരെ വ്യക്തമായിട്ടും കാലാകാലങ്ങളിൽ അവർ ഇടപെട്ടുകൊണ്ട് മൃഗത്തിന്റെ മുദ്ര അല്ലെങ്കിൽ ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി, പ്രത്യേകിച്ച് 4ാം കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട്, അതുപോലെ തന്നെ 2ാം കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട്, അങ്ങനെ പല കൽപ്പനകൾക്കും വിരുദ്ധമായിട്ട് പലതരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതായിട്ടും ജനത്തെ ആ രീതിയിലേക്ക് കൊണ്ടുപോകുന്നതായിട്ടും കാണാൻ സാധിക്കും.
അപ്പോൾ അന്ത്യകാലം വരുമ്പോഴേക്കും വീണ്ടും മൃഗത്തിന്റെ മുദ്ര എന്ന് പറയുന്നത് വളരെ ഒരു ആരാധനാക്രമവുമായി ബന്ധപ്പെട്ട് ഭൂമിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യും എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ കൽപ്പന എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് 4ാം കൽപ്പന എന്ന് പറയുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അത് ദൈവത്തിന്റെ വിശുദ്ധ ശബദമാണ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ആ ശബദിനെ എതിരായിട്ട് എന്ത് തരത്തിലുള്ള ആചാരമാണ് ഇന്ന് നിലനിൽക്കുന്നത്? നമുക്ക് സംശയലേശനം പറയാൻ സാധിക്കും, അത് ഞായറാഴ്ച ആചാരമാണ് ദൈവത്തിന്റെ ശബദിന് വിരുദ്ധമായിട്ട് ഇന്ന് ഭൂമിയിൽ നിലനിൽക്കുന്നത് കാണാൻ സാധിക്കും. അതിനെ അഡ്വക്കേറ്റ് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ഈ ഞായറാഴ്ച ആചാരത്തെ അഡ്വക്കേറ്റ് ചെയ്യുന്നത് കത്തോലിക്ക സഭയാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞു, അവർ ദൈവത്തിന്റെ നാമം പല രീതിയിൽ അവർ ഉപയോഗിച്ചു. തങ്ങളാണ് ഭൂമിയിൽ ദൈവത്തിന്റെ സ്ഥാനം അലങ്കരിക്കുന്നതെന്ന് അവർ ഭോഷ്ക് പറയുന്നതായിട്ട് നമ്മളിപ്പോൾ കണ്ടതാണ്, നേരത്തെ പഠിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ എന്താണ് അവർ ഞായറാഴ്ച ആചാരത്തെ പറ്റി അവർ പറയുന്നത്? നമുക്ക് അവരുടെ തന്നെ ഒരു കൊട്ടേഷൻ വായിക്കാം. അത് എ ഡോക്ട്രിനൽ കാറ്റഗിസം എന്ന് പറയുന്നതായ പുസ്തകത്തിൽ സ്റ്റീഫൻ കീനൻ എന്ന് പറയുന്ന വ്യക്തി പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ശബത്തിനെ ഞായറാഴ്ചയിലേക്ക് മാറ്റിയത് പാപത്വമാണെന്ന് അവർ സമ്മതിക്കുകയും ഫലത്തിൽ എല്ലാ സഭകളും ഈ പുതിയ വിശുദ്ധ ദിവസത്തെ അംഗീകരിക്കുമെന്ന് നാം അറിയുകയും ചെയ്യുന്നു. ഇപ്രകാരം ഞായറാഴ്ച ആചാരം പാപാത്വത്തിന്റെ അധികാരത്തിന്റെയും ശക്തിയുടെയും അടയാളം അഥവാ മുദ്രയാണെന്ന് അവർ അവകാശപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ നോക്കുക, ഇന്ന് ഞായറാഴ്ച ആചാരം ഭൂമിയിൽ സ്ഥാപിതമായതിൽ കത്തോലിക്ക സഭയ്ക്കുള്ള പങ്ക് എത്ര വലുതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് മാത്രവുമല്ല, അങ്ങനെ ഞായറാഴ്ച വിശുദ്ധ ശബദിന് വിരുദ്ധമായിട്ട്, 4ാം കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട് ഞായറാഴ്ച ആചാരത്തെ ഭൂമിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ തങ്ങൾക്ക് അധികാരമുണ്ട്, അത് ഞങ്ങളുടെ അധികാരത്തിന്റെ അടയാളമാണ്, ഞങ്ങളുടെ മുദ്രയാണ് എന്ന് അവർ അവകാശപ്പെടുന്നു എന്നുള്ളതാണ് സ്റ്റീഫൻ കീനൻ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് വളരെ വ്യക്തമായിട്ടും അവരുടെ കാറ്റഗറിസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞായറാഴ്ച ആചാരം എന്ന് പറയുന്നത് അവരുടെ കത്തോലിക്ക സഭയുടേതായ ഒരു സ്ഥാപനമാണ്. അത് ചെയ്യുവാൻ തക്കവണ്ണം, ദൈവകൽപ്പന അങ്ങനെ മാറ്റുവാൻ തക്കവണ്ണം തങ്ങൾക്ക് അധികാരമുണ്ട്. അതിനുള്ള പദവിയോടുകൂടിയാണ് പാപ്പാത്വം അധികാരത്തിൽ ഇരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ടും അവർ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, അവരുടെ മുദ്രയാണ്, അല്ലെങ്കിൽ പാപ്പാത്വത്തിന്റെ മുദ്രയാണ്. പാപ്പാത്വമാണ് എതിർ ക്രിസ്തു, പാപ്പാത്വമാണ് മൃഗം എന്ന് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. അങ്ങനെ മൃഗത്തിന്റെ മുദ്ര എന്ന് പറയുന്നത് ഞായറാഴ്ച ആചാരമാണെന്ന് വളരെ വ്യക്തമായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇന്ന് അങ്ങനെയാണ് നിങ്ങൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ അവരെങ്ങനെയാണ് ഭാവിയിൽ ഈ ഞായറാഴ്ച ആചാരം ഭൂമിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ പറയുന്നല്ലോ മൃഗത്തിന്റെ മുദ്ര സകലം ഏക്കുമെന്ന്, അല്ലെങ്കിൽ ദൈവത്തെ അനുസരിക്കാത്ത ഏവരും മൃഗത്തിന്റെ മുദ്ര ഏക്കുമെന്ന് നിങ്ങൾ പറയുന്നല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിലുള്ള മനുഷ്യൻ മുഴുവനും ഇതിനെ അംഗീകരിക്കാൻ തക്കണം പോകുന്നുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. നമ്മൾ പഠിക്കുകയാണെന്നുള്ളത്, കറണ്ട് ഇവന്റ്സ് പഠിക്കുകയാണെന്നുള്ളത്, അതിനുള്ള എല്ലാ തരത്തിലുള്ള സ്റ്റേജുകളും ഇന്ന് സെറ്റ് ആയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇന്ന് നടക്കുന്ന ഭൂമിയിലെ എല്ലാ മനുഷ്യനും ഏറ്റവും അധികം ആവലാതിപ്പെടുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച് ആണ്. പ്രകൃതിയിൽ നടക്കുന്ന എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഇവർ പഠിച്ചിട്ട് ഭൂമി അവസാനിക്കുവാൻ തക്കൊണ്ട് പോണു. എല്ലാ മനുഷ്യനും എന്തെങ്കിലും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പ്രകൃതിയിൽ വളരെ നാശനഷ്ടം ഉണ്ടായി എല്ലാവരും അവസാനിക്കുമെന്നുള്ള കാര്യത്തിലേക്ക് ഇന്ന് ലോകം പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ വരുന്ന നവംബർ മാസത്തില് UK ഗ്ലാസ്ഗോ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് COP26 എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ക്ലൈമറ്റ് സമ്മിറ്റ് നടക്കുവാൻ തക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ അവിടെ വെച്ച് വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ക്ലൈമറ്റിനെ, ഭൂമിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കും എന്ന് നമുക്ക് ഏവർക്കും അറിയാം. അപ്പൊ എല്ലാവരും വളരെ പ്രതീക്ഷയോടെയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഈ പാപ്പാത്വത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ പണ്ട് തൊട്ടേ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അധികാര സ്ഥാനങ്ങളിൽ പ്രഷറൈസ് ചെയ്ത് അവരുടെ ആശയങ്ങളെയും അവരുടെ ബാബിലോണിയ ചിന്താഗതികളെയും മനുഷ്യന്റെ മേൽ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. ഇത് നമ്മൾ യൂറോപ്പിൽ പഠിക്കുമ്പോൾ യൂറോപ്പിൽ നടന്നത് ഇത് തന്നെയാണ്. യൂറോപ്പിന്റെ അധികാരം വളരെ കൂടുതൽ കാലം, ഏകദേശം 1260 വർഷക്കാലം ഈ യൂറോപ്പിനെ അടക്കി ഭരിച്ചതായ ഒരു ശക്തിയാണ് പാപ്പത്വം എന്ന് പറയുന്നത്. അപ്പൊ അവരെ ചെയ്തിരുന്ന കാര്യം എന്ന് പറയുന്നത്, അന്ന് നിലവിലുണ്ടായിരുന്നതായ രാജാക്കന്മാരെയൊക്കെയും തങ്ങളുടെ വരിയിലാക്കിക്കൊണ്ട് തങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മനുഷ്യന്റെ മേൽ, അല്ലെങ്കിൽ യൂറോപ്പിന്റെ മേൽ അവർക്ക് സ്വാധീനം ചെലുത്താൻ പറ്റുന്ന എല്ലാ രാജ്യങ്ങളുടെ മേലും അടിച്ചേൽപ്പിക്കുക. നയപരമായി, തന്ത്രപരമായി ചെയ്യാൻ പറ്റുന്നിടത്ത് അങ്ങനെ ചെയ്യുക, ബലം പ്രയോഗിച്ച് ചെയ്യാൻ പറ്റുന്നിടത്ത് അങ്ങനെ ചെയ്യുക. ആ രീതിയിലാണ് പാപ്പത്വം എന്നും പ്രവർത്തിച്ചു പോകുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് നമുക്ക് ഇന്ത്യയിൽ പോലും അതിന്റെ എവിഡൻസ് ഉണ്ട്. ഇന്ത്യയിൽ പോലും അവർ വന്നു കഴിഞ്ഞപ്പോൾ, വാസ്കോ ഡ ഗാമയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിലെ ക്രൈസ്തവരെ അവർ പീഡിപ്പിച്ചു. അതിനൊക്കെയും വളരെ തരത്തിലുള്ള അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ചെയ്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഭാവിയിലും ഇത് തന്നെ സംഭവിക്കും. അപ്പോൾ 2015 ഇന്നുണ്ടായിരിക്കുന്നതായ പോപ്പ് എഴുതിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇടയലേഖനമുണ്ട്. അതിന്റെ പേരാണ് ലൗഡാറ്റോ സി എന്ന് പറയുന്നത്. ഈ ലൗഡാറ്റോ സിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൽ അവർ പറഞ്ഞു വെക്കുന്നു, ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന പ്രശ്നത്തിൽ ഞങ്ങൾക്കൊരു പരിഹാരമുണ്ട്. എന്താണ് പരിഹാരം? അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എല്ലാവരും, ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ഒരു ദിവസം ഒരു ഗ്രീൻ ശാബദായിട്ട് ആചരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ആഴ്ചയുടെ ഒരു ദിവസം ഗ്രീൻ ശാബദായിട്ട് ആചരിക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തിന്റെ പൊല്യൂഷൻ 7 കുറയ്ക്കുവാൻ തക്കണം സാധിക്കുമെന്ന് അവർ പറഞ്ഞു നോക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇന്ന് നിങ്ങൾ ജസ്റ്റ് പോയിട്ട് ഗൂഗിളിൽ പോയിട്ട് ഗ്രീൻ ശാബത്ത് എന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിനെ അഡ്വക്കേറ്റ് ചെയ്യുന്നത്, ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും അതിനെ അഡ്വക്കേറ്റ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. അതിൽ ഏത്തീസ്റ്റും
അതുപോലെ പല മതങ്ങളിൽ പറ്റിയ ആളുകളൊക്കെയും അതിനെ അംഗീകരിക്കുന്നു. യാതൊരു സംശയവും ഇല്ലാതെ അവരത് അംഗീകരിക്കുകയാണ്. കാരണം ഇപ്രകാരമുള്ള പോളിസികൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ലോകത്തിന് പ്രയോജനം ചെയ്യും. ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഇങ്ങനെ ഒരു ഗ്രീൻ ശാബത്ത് അനുസരിക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തിന്റെ പൊല്യൂഷൻ 1/7 കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ലെവലാറ്റ് ഓഫ് സീ നമ്മുടെ മുമ്പിൽ വെക്കുന്ന പോയിന്റ്. അതിനെ ലോകം അംഗീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട് തന്റെ അധികാരത്തിന്റെ അടയാളമായ ഞായറാഴ്ച ആചാരത്തെ ലോകരാജ്യങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരാൻ തക്കവണ്ണം അവർ പാപ്പാത്വം വീണ്ടും ശ്രമിക്കുന്നു. അത് ഭാവിയിൽ കടന്നു വരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നതായ കാര്യം. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ വെളിപാട് പുസ്തകം 13-ാം അധ്യായം പഠിക്കുമ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ വെളിപാട് പുസ്തകം 13-ാം അധ്യായത്തില് ഓരോ ഭാഗങ്ങളും പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 10 കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട് ഈ മൃഗം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുമെന്ന് അവിടെ പറയുന്നുണ്ട്. നമുക്കറിയാം 10 കൽപ്പനയ്ക്ക് പ്രധാനമായും 2 ഭാഗങ്ങളുണ്ട്. ആദ്യത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത്, ആദ്യത്തെ 4 കൽപ്പന എന്ന് പറയുന്നത് മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു. ആദ്യത്തെ 4 കൽപ്പന പഠിക്കുമ്പോഴാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. അതുപോലെ അവസാനത്തെ 6 കൽപ്പന എന്ന് പറയുന്നത് മനുഷ്യനുമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മനുഷ്യൻ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്നതിനെ പറ്റിയും ആ ഒരു കൽപ്പന പറയുന്നു. അപ്പൊ ഇത് ഏറ്റവും കൂടുതൽ സാത്താൻ ആക്രമിക്കുന്നത് ആദ്യത്തെ 4 കൽപ്പനയാണെന്ന് കാണാൻ സാധിക്കും. ഇത് ക്രിസ്തു അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ പാപ്പാത്വം അല്ലെങ്കിൽ ഈ മൃഗവും അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത് വെളിപാട് പുസ്തകം 13-ാം അധ്യായം പഠിക്കുമ്പോഴും 10 കൽപ്പനയിലെ ആദ്യത്തെ 4 കൽപ്പന എടുത്ത് പഠിക്കുമ്പോഴും കാണാൻ സാധിക്കും. നമുക്കൊന്ന് നോക്കാം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയാണ്, ഞാനല്ലാതെ എന്റെ ദൈവങ്ങൾക്ക് ഉണ്ടാകും. 1-ാമത്തെ കൽപ്പനയാണ്. പക്ഷെ ഇവിടെ മൃഗം എന്താ പറയുന്നത്? അവര് മൃഗത്തിന് അധികാരം കൊടുത്തത് കൊണ്ട് അവർ മഹാസർപ്പത്തോടെ നമസ്കരിച്ചു. മൃഗത്തോട് തുല്യനാർ, അതിനോട് പൊരുതുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞ് മൃഗത്തെയും നമസ്കരിക്കുന്നു. അപ്പോൾ ഈ മൃഗം എന്ന് പറയുന്നത് പാപത്വമാണ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ 1-ാമത്തെ കൽപ്പന പറയുന്നു, യഹോവയായ ദൈവത്തെ അല്ലെങ്കിൽ സ്വർഗസ്ഥനായ ദൈവത്തെ അല്ലാതെ മറ്റാരെയും ആരാധിക്കരുത്. പക്ഷെ ഇവിടെ പറയാണ്, ഈ മഹാസർപ്പത്തിന്റെ അധികാരം കണ്ടിട്ട് സകല രാജ്യങ്ങളും അവരെ നമസ്കരിക്കുന്നു, അവരുടെ ആശയങ്ങളെ സ്വീകരിക്കുന്നു, അവരുടെ നമ്മൾ നേരത്തെ കണ്ടു ബാബിലോണിന്റെ എല്ലാ പിന്തുടർച്ചയും ഇവർക്കുണ്ട്. അപ്പൊ അതിനെല്ലാം തന്നെ ഒരുപോലെ അംഗീകരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കും. അപ്പൊ ഈ മൃഗത്തെ നമസ്കരിക്കുന്നതായിട്ട്, ദൈവത്തെ മാത്രമേ നമസ്കരിക്കാവുള്ളൂ, ദൈവത്തെ മാത്രമേ ഞാനല്ലാതെ അന്യ ദൈവങ്ങൾക്ക് ഉണ്ടായിരുന്ന 10 കൽപ്പന പറയുമ്പോൾ ഇവിടെ മൃഗത്തെ ദൈവമായിട്ട് വെച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. പിന്നീട് പുറപ്പാട് പുസ്തകം അതിന്റെ തൊട്ടടുത്ത വാക്യം പറയുകയാണ്, ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുതെന്ന് പറയുന്നു. എന്നാൽ വെളിപാട് പുസ്തകം 13-ാം അധ്യായം 13 തൊട്ട് 15 വരെ വായിക്കുമ്പോൾ മൃഗത്തിന്റെ പ്രതിമ ഉണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെയൊക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. അപ്പൊ മൃഗത്തിന്റെ പ്രതിമ എന്താണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അത് മറ്റൊന്നുമല്ല, അവരുടെ അധികാരത്തിന്റെ ചിഹ്നമായ ഞായറാഴ്ച ആചാരമാണ്. അപ്പൊ അതിനെ നമസ്കരിക്കുവാൻ തക്കവണ്ണം ഭൂവാസികളോട് പറയുകയാണ്. അതായത് ആ ഞായറാഴ്ച ആചാരത്തെ സ്വീകരിപ്പാനായിട്ട് മൃഗം ഭൂമിയിലുള്ള സകല മനുഷ്യരെയും വശീകരിക്കും എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. വളരെ വ്യക്തമായിട്ടും കാണാൻ സാധിക്കും. അതിനെ അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ അവരെയൊക്കെയും കൊല്ലുവാൻ തക്കവണ്ണം മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം, ഇത്രയും ശക്തി പാപ്പാത്വത്തിന് ഉണ്ടാകുമോ എന്നൊരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചേക്കാം. ഒരിക്കലും പാപ്പാത്വം ഒറ്റയ്ക്കല്ല ചെയ്യുവാൻ തക്കവണ്ണം പോണത്. മറ്റു പല രാജ്യങ്ങളുടെയും സഹായത്തോടു കൂടിയാണ് ഈ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം പോണത്. അത് നമുക്ക് പിന്നെ മുമ്പോട്ട് പഠിക്കുമ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കുന്നതാണ്. ഇനി നമ്മൾ നോക്കുമ്പോൾ 3-ാമത്തെ കൽപ്പന എടുക്കുക. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 7-ാമത്തെ വാക്യത്തില്, നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥാ എടുക്കരുതെന്ന് ആ കൽപ്പന പറയുന്നു. അപ്പോൾ എന്നാൽ ഈ മൃഗം എന്താണ് ചെയ്യുന്നത്? വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായു അത് ലഭിച്ചു. 42 മാസം പ്രവർത്തിപ്പാൻ അധികാരം ലഭിച്ചു. അത് ദൈവത്തിന്റെ നാമത്തെയും അവന്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദൂഷിപ്പാൻ ദൈവദോഷത്തിനായിട്ട് വായു തുറന്നു. അപ്പൊ മൃഗം ചെയ്യുന്നത് എപ്പോഴും ദൈവത്തിനും ദൈവത്തിന്റെ കൽപ്പനയ്ക്കെതിരെ, അതുപോലെ തന്നെ പറയാം ദൈവത്തിന്റെ കൂടാരത്തിനെതിരെ, അവന്റെ സ്വർഗത്തിൽ വസിക്കുന്നവർക്കെതിരെ ദുഷിപ്പാൻ തക്കവണ്ണം തന്റെ നാവ് തുറക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതാണ് മൃഗത്തിന്റെ മറ്റൊരു പ്രത്യേകത. പിന്നീട് നമ്മൾ 4-ാമത്തെ കൽപ്പനയ്ക്ക് വരുമ്പോൾ ശബത്ത് ശുദ്ധീകരിക്കണം. ആ കൽപ്പന നമുക്ക് ഏവർക്കും അറിയാവുന്ന കൽപ്പനയാണ്. അത് 7-ാം ദിവസമാണ്, അത് വിശുദ്ധമായിട്ട് ആചരിക്കണമെന്ന് 4-ാം കൽപ്പന പറയുമ്പോൾ ഇവർ പറയുകയാണ്, മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ അതിനെ നമസ്കരിപ്പാൻ തക്കവണ്ണം എല്ലാവരെയും നിർബന്ധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ 4-ാമത്തെ കൽപ്പനയിലെ 7-ാം ദിന ശബദ ആരാധനയ്ക്ക് പകരം അതിന് വിരുദ്ധമായിട്ട് 1-ാം ദിന ആരാധന കൊണ്ടിരിക്കുകയും അതിനെ സ്വീകരിപ്പാൻ തക്കവണ്ണം സകലരെയും വശീകരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കും. അതിനെതിരെ സംസാരിക്കുന്നവരെയും അതിനെതിരെ പ്രവർത്തിക്കുന്നവരെയും ഇല്ലാതാക്കുവാൻ തക്കവണ്ണം മൃഗം ശ്രമിക്കും എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്കിനി തുറന്നു പിടിക്കാം. ദൈവത്തിന്റെ മുദ്രയും മൃഗത്തിന്റെ മുദ്രയും തമ്മിൽ എന്താണ് വ്യത്യാസം? ഇത് രണ്ടും ആർക്കാണ് ഏൽക്കുവാനായിട്ട് പോകുന്നത് എന്ന് നമ്മൾ വിശദമായിട്ട് പഠിക്കുകയുണ്ട്. ഒരു മുദ്ര എന്നുള്ളത് ആധികാരികതയെ സൂചിപ്പിക്കുന്നതെന്ന് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ അതൊരു ഉടമസ്ഥതയെ സൂചിപ്പിക്കുന്ന ഒന്നാണെന്ന് കണ്ടു. അത് അംഗീകാരത്തിന്റെ അടയാളമാണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ആരാധനയാണ്
ദൈവവും സാത്താനും തമ്മിലുള്ള പോരാട്ടത്തിന്റെ വിഷയം. ആർക്കാണ് ആരാധന പോകേണ്ടത്? അപ്പോ ദൈവം നമ്മുടെ സൃഷ്ടിതാവായതുകൊണ്ട് നാം ദൈവത്തെ ആരാധിക്കണമെന്ന് തിരുവചനം രേഖപ്പെടുത്തുമ്പോൾ, സാത്താൻ ഈ ആരാധനയെ കവർച്ച ചെയ്യാനായിട്ട് അല്ലെങ്കിൽ തനിക്ക് ആരാധന കിട്ടുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചരിത്രമാണ് നമ്മൾ തുടക്കം മുതലേ കാണുന്നത്. ഇനി ദൈവം നമ്മുടെ സൃഷ്ടിതാവായത് കൊണ്ട് നമ്മൾ ദൈവത്തെ ആരാധിക്കും. ഏത് കൽപ്പനയാണ് ഇങ്ങനെ പറയുന്നത്? നമ്മൾ തിരുവചനത്തെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ സൃഷ്ടിപ്പിനെയും ആരാധനയും തമ്മിൽ യോജിപ്പിക്കുന്ന ഒരേ ഒരു കൽപ്പന മാത്രമേ ഉള്ളൂ. അത് 4-ാം കൽപ്പന. അതിങ്ങനെ വായിക്കുന്നു. പുറപ്പാട് ദിവസം 20-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം. 6 ദിവസം കൊണ്ട് ദൈവം യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി. 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. അതുകൊണ്ട് യഹോവ ശബ്ബത്ത് നാളിനെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചിരിക്കുന്നു. അപ്പൊ ഈ കൽപ്പനയാണ് ദൈവത്തിന്റെ മുദ്ര എന്ന് കാണുവാനായിട്ട് സാധിക്കും. കാരണം ദൈവം ആവർത്തിച്ച് പറയുന്നുണ്ട്, അത് ശബത്ത് എനിക്ക് നിങ്ങൾക്ക് തമ്മിൽ അടയാളമാണ് എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. 2 വാക്യങ്ങൾ വായിക്കാം. പുറപ്പാട് പുസ്തകം 31-ാമത്തെ അധ്യായം 17 ഇങ്ങനെ വായിക്കുന്നു. അത് എനിക്കും ഇസ്രായേൽ മക്കൾക്കും മധ്യേ എന്നേക്കും ഒരു അടയാളമാകുന്നു. എസ്കേൽ 20-ാമത്തെ അധ്യായം 12 ഇങ്ങനെ വായിക്കുന്നു. ഞാൻ അവരെ വിശ്വസിച്ചിരിക്കുന്ന യഹോവ എന്ന് അവർ അറിയേണ്ടതിന് എനിക്കും അവർക്കും ഇടയിൽ അടയാളമായിരിക്കാൻ തക്കവണ്ണം എന്റെ ശബ്ദങ്ങളെയും ഞാൻ അവർക്ക് കൊടുത്തു എന്ന് കാണുവാൻ സാധിക്കും. അപ്പൊ ദൈവത്തിന്റെ മുദ്ര ശബ്ദമാണെങ്കിൽ അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു കൽപ്പനയായിരിക്കും മൃഗത്തിന്റെ മുദ്ര. അത് നമ്മൾ കുറച്ച് മുമ്പേ അതിന്റെ വിശദീകരണം കണ്ടതാണ്. ഇനി അത് കുറച്ചുകൂടെ വ്യക്തമാക്കുവാൻ വേണ്ടി പഴയ നിയമ പുസ്തകത്തിലെ ഒരു സാദൃശ്യം, ഒരു എക്സാമ്പിൾ നമ്മൾ എടുത്ത് ഇവിടെ കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എസ്കേലിന്റെ പുസ്തകത്തില് 8-ാമത്തെ അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇസ്രായേൽ ജനങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതാണ്. ഇസ്രായേൽ ജനങ്ങളെല്ലാം അന്യ ദൈവങ്ങൾക്ക് കീഴ്പ്പെടുകയും അവർക്ക് പൂജാഗിരികൾ ഉണ്ടാക്കുകയും മ്ലേച്ഛതകൾ പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടാണ് ദൈവം അവരെ ഉപേക്ഷിച്ചതെന്ന് നമ്മൾ കാണുവാനായിട്ട് സാധിക്കും. അപ്പൊ എഹെസ്കേൽ പ്രവാചകന് ഇസ്രായേലിന്റെ മ്ലേച്ഛതകളെ തുറന്നു കാണിക്കുന്ന ഒരു ദർശനമാണ് എഹെസ്കേലിന്റെ പുസ്തകം 8-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പരമോന്നതമായിട്ടുള്ള മ്ലേച്ഛതയായിട്ട് അവിടെ കാണിക്കുന്ന ഒരു കാര്യം 16-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ ഇങ്ങനെ വായിക്കുന്നു, അവിടെ യഹോവയുടെ ആലയത്തിന്റെ അകത്തെ പ്രാകാരത്തിൽ കൊണ്ടുപോയി യഹോവയുടെ മന്ദിരത്തിന്റെ വാതിൽക്കൽ മണ്ഡപത്തിനും യാഗപീഠത്തിനും നടുവേ ഏകദേശം 25 പുരുഷന്മാർ തങ്ങളുടെ മുതുക് യഹോവയുടെ മന്ദിരത്തിന്റെ നേരെ മുഖം കിഴക്കോട്ടും തിരിച്ചുകൊണ്ട് നിന്നിരുന്നു. അവർ കിഴക്കോട്ട് നോക്കി സൂര്യനെ നമസ്കരിക്കുകയാണ്. അപ്പൊ നമ്മൾ കണ്ടു, ബാബിലോണിൽ നിന്ന് സൂര്യാരാധന ആരംഭിച്ചു. അത് എല്ലാ മതത്തിലും എല്ലാ സ്ഥലത്തിലും ആയിട്ട് വ്യാപിച്ചെടുക്കുന്ന കാര്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചതാണ്. അപ്പോൾ സൂര്യ ആരാധനയാണ് ഇവിടെ കാണുന്നത്. എസ്കേൽ കാണിച്ചു കൊടുക്കുന്ന ഏറ്റവും വലിയ മ്ലേച്ഛതയായിട്ട്. ഈ സൂര്യ ആരാധനയുടെ ഒരു വേഷപ്പകർച്ചയാണ് ഇന്ന് നമ്മൾ ഞായറാഴ്ച ആരാധനയായിട്ട് കാണുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതാണ്. കുസ്തന്തീനോസ് ചക്രവർത്തി 312 AD അദ്ദേഹം ക്രിസ്ത്യാനിത്വം സ്വീകരിക്കുകയും എന്നാൽ അദ്ദേഹം ആചരിച്ചു കൊണ്ടിരുന്ന മതത്തെ പ്രോത്സാഹിപ്പിക്കുകയും അങ്ങനെ ഒരു മിക്സഡ് റിലീജിയൻ അദ്ദേഹം ഫോളോ ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു. 321 AD അദ്ദേഹം ഒരു ഞായറാഴ്ച നിയമം കൊണ്ടുവന്നതായിട്ട് നമ്മൾ കാണും. അത് സൂര്യനെ അനുസ്മരിപ്പിക്കുന്ന, എന്നാൽ അന്ന് ഉള്ള സഭ ഏറ്റെടുത്തിരിക്കുന്ന ഞായറാഴ്ച ആരാധനയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു നിയമമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അന്ന് യാതൊരു വിധ കച്ചവടമോ അല്ലെങ്കിൽ മറ്റൊരു വിധ ബിസിനസ്സോ പാടില്ല എന്ന് ഉത്തരവിറക്കി നമ്മൾ കണ്ടു. ഇനി അന്ത്യകാലത്ത് മൃഗം കൊണ്ടുവരാൻ പോകുന്ന മുദ്ര ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു കൽപ്പനയാണെന്നും അതുപോലെ തന്നെ ദൈവം ഈ മൃഗത്തിന്റെ മുദ്രയ്ക്ക് എതിരായിട്ട് ദൈവത്തിന്റെ ക്രോധം സർവ്വ ലോകത്തിനും സർവ്വജനത്തിനും മേൽ ചൊരിയുമ്പോൾ അവയിൽ നിന്നുള്ള ഒരു സംരക്ഷണത്തിനായിട്ട് ദൈവത്തിന്റെ മുദ്ര ദൈവജനത്തിന് തുണ നൽകുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. എസ്കേലിന്റെ പുസ്തകം 8-ാമത്തെ അധ്യായത്തിലാണ് എസ്കേലിന് ദൈവം മ്ലേച്ഛതകളെ കാണിച്ചു കൊടുക്കുമ്പോൾ എസ്കേലിന്റെ പുസ്തകം 9-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിന്റെ ശേഷിപ്പായിട്ടുള്ള ജനത്തിന് ഒരു മുദ്ര ഇടുവാനായിട്ട് അവിടെ പറയുന്നതായിട്ട് കാണും. ആ മുദ്ര ഇല്ലാത്ത എല്ലാവരെയും ദൈവം നശിപ്പിച്ചു കളയുന്നതായിട്ട് രേഖപ്പെടുത്തിയിരിക്കും. നമുക്കത് വായിക്കാം. എസ്കേൽ 9-ാമത്തെ അധ്യായം 4-6 ഇങ്ങനെ വായിക്കുന്നു. അവനോട് യഹോവ നീ നഗരത്തിൽ നടുവിൽ യെരൂശലേമിന്റെ നടുവിൽ ചെന്ന് അതിൽ നടക്കുന്ന സകല മ്ലേച്ഛതകൾ നിമിത്തം നെടുവീർപ്പെട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റിയിൽ ഒരു അടയാളം ഇടുക എന്ന് കൽപ്പിച്ചു. വൃദ്ധന്മാരെയും യൗവനക്കാരെയും കന്യകമാരെയും പൈതങ്ങളെയും സ്ത്രീകളെയും കൊന്നുകളവേ, എന്നാൽ അടയാളമുള്ള ഒരുത്തനെയും തുടരുത്. എന്റെ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ തുടങ്ങുവേൻ എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവർ ആലയത്തിന്റെ മുമ്പിൽ
ഉണ്ടായിരുന്ന മൂപ്പന്മാരുടെ ഇടയിൽ തുടങ്ങി എന്ന് കാണാൻ സാധിക്കും. അപ്പൊ എന്തുകൊണ്ടാണ് സാത്താൻ അല്ലെങ്കിൽ മഹാസർപ്പം ഇത്രയധികം ശബദിനെ വെറുക്കുന്നത്? നമ്മൾ ഒരുപക്ഷെ ഈ അടുത്ത കാലത്ത് അനേക വെബിനാർ ഇൻ റെസ്പോൺസ് ആയിട്ട് നമ്മൾ ചെയ്തായിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ റെബ്യൂട്ടലായിട്ട് നമ്മൾ ചെയ്യുകയുണ്ടായി. അപ്പൊ അനേകം പേര് ഇന്ന് ശബദിനെതിരായിട്ട് വചനം കൂട്ടിക്കളഞ്ഞുകൊണ്ട് വീഡിയോകൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കാം? നിങ്ങൾ ഇതൊരു യാദർശികമായിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ ദൈവത്തിനെതിരായിട്ട്, ദൈവത്തിന്റെ വിശുദ്ധ കൽപ്പനയ്ക്ക് എതിരായിട്ട് എന്തുകൊണ്ടാണ് ഈ അനേകം വീഡിയോകളും അനേകം പരാമർശങ്ങളും വരുന്നത്? അപ്പൊ സാത്താൻ എന്തുകൊണ്ടാണ് ഈ ശബദിനെ ഇത്രയധികം വെറുക്കുന്നത്? അതിനുള്ള ഉത്തരം വൻ പോരാട്ടത്തിലുണ്ട്. ദൈവവും സാത്താനും തമ്മിലുള്ള ഈ അദൃശ്യമായിട്ടുള്ള വൻ പോരാട്ടത്തിന്റെ ആധാരം എന്ന് പറയുന്നത് ആരാധനയാണ്. അപ്പൊ ആ ആരാധനയെ കവരുവാനായിട്ടാണ് സാത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ദൈവത്തെ ആരാധിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരേ ഒരു കൽപ്പനയും ഒരേ ഒരു വിശുദ്ധ ദിവസവും അത് ശബദാണെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്കറിയാം, ചരിത്രം ഇനിയും ആവർത്തിക്കപ്പെടും. മൃഗം മഹാസർപ്പത്തിന്റെ ശക്തിയോടുകൂടി ഉടനെ തന്നെ മൃഗത്തിന്റെ മുദ്ര ഈ ലോകത്തിലുള്ള സർവ്വജനത്തിന് പകരുവാനായിട്ട് പോവുകയാണ്. എന്നാൽ മൃഗത്തിന്റെ മുദ്ര ഏൽക്കുന്നവർക്ക് ദൈവത്തിന്റെ കോപം അവരുടെ മേൽ ചൊരിയുമെന്നത് വാസ്തവമാണ്. നമ്മൾ ആരോടൊപ്പം നിൽക്കുന്നു എന്നത് നമ്മുടെ ചോയ്സാണ്, നമ്മുടെ തീരുമാനമാണ്. തീർച്ചയായിട്ടും ദൈവത്തിന്റെ ക്രോധത്തിൽ നിത്യമായിട്ട് നശിക്കാതിരിക്കുവാനായിട്ട് നമ്മൾ ദൈവത്തിന്റെ മുദ്ര ഏൽക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനുവേണ്ടി തുറന്ന മനസ്സോടുകൂടി ഇന്നൊരു തീരുമാനം എടുത്തുകൊണ്ട് ദൈവവചനം പഠിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് നമുക്ക് ജീവിക്കാം. അതിനായിട്ട് ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമുക്കൊരു നിമിഷം ഈ നമ്മൾ കേട്ട ഈ വചനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ജീവിതത്തിന് വേണ്ടി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ പിതാവേ, കർത്താവേ, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വചനത്തിന് വേണ്ടി ഞങ്ങൾ നന്ദിയോട് സ്തുതിക്കുന്നു. ഈ അന്ത്യകാലത്ത് ദൈവത്തിന്റെ മുദ്രയും മൃഗത്തിന്റെ മുദ്രയും ഞങ്ങളുടെ ജീവിതത്തിൽ എത്രയധികം പ്രാധാന്യം അർഹിക്കുന്നു എന്ന് അങ്ങയുടെ വചനത്തിൽ നിന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്ന കൃപയ്ക്ക് വേണ്ടി നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് അനേകം പേര് എന്താണ് മൃഗത്തിന്റെ മുദ്രയെന്ന് മനസ്സിലാക്കാതെ അത് കമ്പ്യൂട്ടർ ചിപ്പാണെന്നും അല്ലെങ്കിൽ അത് ടാറ്റു ആണെന്നും തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ അവര് അസംഷന്റെ പേരിൽ അല്ലെങ്കിൽ അവര് നിരൂപിച്ചുകൊണ്ട് കർത്താവെ തെറ്റായിട്ട് വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് തെറ്റായിട്ടുള്ള ദിശയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വചനം ഇന്ന് ഞങ്ങൾക്ക് സംസാരിക്കുവാനായിട്ട് തന്ന ആ വേദിക്ക് വേണ്ടി നന്ദി അർപ്പിക്കുന്ന കർത്താവെ, ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അത് മനസ്സിലാക്കുവാനും യഥാർത്ഥ സത്യത്തിൽ നിലനിൽക്കുവാനും കർത്താവെ, ദൈവത്തിന്റെ മുദ്ര അന്ത്യനാളുകളിൽ ഏറ്റുകൊണ്ട് കർത്താവെ, ആ വലിയ കോപത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നിത്യരാജ്യത്തിലേക്ക് കടക്കുവാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കുമാറണമേ. കേട്ടുകൊണ്ടിരുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളൊരു പുതിയ തീരുമാനം എടുത്തുകൊണ്ട് ഞങ്ങൾ പോകാനായിട്ട് സഹായിക്കുമാറണമേ. ഞങ്ങൾ ഓരോരുത്തരെയും വീണ്ടും ഞങ്ങൾ കണ്ടുമുട്ടുവോളും അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുന്നു. അല്ല, ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ പിതാവ്. ആമേൻ.